السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. മഹത്തായ ഇസ്ലാമിക ആദർശത്തിന്റെ പ്രബോധനം എന്ന ഉദാത്തമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി കൊണ്ടോട്ടിയുടെ ഹൃദയഭാഗത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഇൻസൈറ്റ് എക്സിബിഷനിലെ രണ്ടാം ദിവസമായ ഇന്ന് വേദഗ്രന്ഥങ്ങളുടെ സന്ദേശമെന്ന കാലിക പ്രസക്തിയുള്ള ജനങ്ങളുടെ മനസ്സുകളിൽ സ്വാധീനിക്കേണ്ട മഹത്തായ ഒരു വിഷയത്തിന്റെ അവതരണമാണല്ലോ ഇവിടെ നടക്കേണ്ടത്. ഇൻസൈറ്റ് എക്സിബിഷന്റെ രണ്ടാം ദിനമായ ഇന്ന് ധന്യമായ ഈ സായം സന്ധ്യയിൽ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാമിക പ്രബോധനത്തിന് ഏറെ വേരുകൾ ഊന്നി നിന്നിട്ടുള്ള ഒരു പ്രദേശമായ കൊണ്ടോട്ടിയിൽ റോഡരികുകളിൽ, കടത്തുന്നകളിൽ, ഉച്ചഭാഷണങ്ങളിലൂടെ ശബ്ദം കേൾക്കുന്ന സഹൃദയരായ ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ, ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്നതാണ് നമുക്കിന്ന് ഇവിടെ സംസാരിക്കാനുള്ള വിഷയം. ആമുഖമൊഴിവാക്കി നേരെ വിഷയത്തിന്റെ മർമ്മഭാഗത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇവിടെ നിർവഹിക്കാനുള്ള വലിയ ദൗത്യങ്ങളിലൊന്ന്. കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാ തരം ചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹമുണ്ട് എന്നത് വളരെയേറെ സന്തോഷകരവും അതോടൊപ്പം ചർച്ചയ്ക്ക് വരേണ്ടതുമായ കാര്യങ്ങളാണ്. വളരെ പ്രാധാന്യത്തോടുകൂടിയാണ്
ഈ വിഷയത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് നാം പ്രവേശിക്കുന്നത്. മതഗ്രന്ഥങ്ങൾ എക്കാലഘട്ടത്തിലും മാനവ സമൂഹത്തിന് മാർഗദർശനം നൽകിയിട്ടുള്ള ഒന്നാണ്. അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരിലൂടെ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചിട്ടുള്ള ദൈവികമായ വചനങ്ങളുടെ സമാഹാരമാണ്. ഓരോ കാലഘട്ടങ്ങളിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, ന്യായം എന്താണ്, അന്യായം എന്താണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ ലോകത്ത് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 213-ാമത്തെ വചനമാണ് ഈ വിഷയത്തിലേക്ക് എന്തിനാണ് ലോകത്ത് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വസ്തുത അനാവരണം ചെയ്യുന്നുണ്ട്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു. فبعث الله النبيين ومبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു. അല്ലാഹു പറയണം ആയിരുന്നു. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ആദം അലൈഹിസ്സലാമിന്റെയും നോഹ പ്രവാചകന്റെയും ഇടയിൽ 10 തലമുറ ജീവിച്ചിരുന്നു, ഏകദൈവാരാധകരായി ഭിന്നിക്കാതെ. ആ 10 തലമുറ നിലനിന്ന കാലശേഷം പിന്നീട് മനുഷ്യർക്കിടയിൽ സൃഷ്ടികളെ ആരാധിക്കുന്ന സമ്പ്രദായം രൂപം കൊണ്ടു. മാനവകുലം സൃഷ്ടാവിനെ മാത്രം ആരാധിക്ക് 10 തലമുറ ഉണ്ടായിരുന്നു ആദം അലൈഹിസ്സലാമിന്റെയും നോഹ പ്രവാചകന്റെയും ഇടയിൽ എന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി ലോകത്തെ അറിയിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ 10 തലമുറയ്ക്ക് ശേഷം മാനവ സമുദായം ഭിന്നിച്ചു. വേദഗ്രന്ഥത്തിന്റെ അനിവാര്യത എന്തായിരുന്നു? ഖുർആൻ അവിടെ പറഞ്ഞു വമഖ്തലഫു ഫീഹി, ആ ഭിന്നിച്ച ആളുകളെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു വേദാവതരണത്തിന്റെ ലക്ഷ്യം. വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്നതിന്റെ ലക്ഷ്യം തമ്മിൽ തല്ലാൻ ഒരു ജനതയെ പഠിപ്പിക്കുകയല്ല, മറിച്ച് ഒരു ജനപദത്തെ ഭിന്നിച്ച കാര്യത്തിൽ ഒന്നിപ്പിക്കാനും സഹോദരങ്ങളാക്കാനും പഴയതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാനുമാണ് വേദം അവതരിപ്പിക്കുന്നത് എന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്. പ്രവാചകന്മാരെ നിയോഗിച്ചു. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്ന വാക്ക് തന്നെ ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിയാൽ ആ മാർഗദർശനത്തെ ആരാണോ അവലംബിക്കുന്നത് അവർ ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ദൗത്യമേതോ, അള്ളാഹുവിന്റെ ഉത്തരവാദിത്വമെന്തോ, അള്ളാഹു പറഞ്ഞ വാഗ്ദാനമെന്തോ അതല്ല പാലിച്ചു. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയം പറയുന്നത് വൈമിൻ ഉമ്മത്തിൽ ഇല്ലാ ഖലാ ഫീഹാ നദീർ വലികുല്ലി ഖൗമിൻ ഹാദ് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. വിശുദ്ധ ഖുർആനിലെ 3 സ്ഥലങ്ങളിലെ 3 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്ന് 13-ാം അധ്യായം സൂറത്ത് റഅദിലെ 7-ാമത്തെ വചനമാണ്. താക്കീതുകാർ വരാത്ത ഒരു ജനപദവും ലോകത്തുണ്ടായിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഏതൊരാളും വൈജ്ഞാനികമായ ഒരു നിലവാരത്തിൽ വേണം ഈ പ്രസംഗത്തെ ഉൾക്കൊള്ളാനെന്ന് ഞാൻ തുടക്കത്തിൽ പറയും. ഇത് ഖണ്ഡനമോ മണ്ഡനമോ വാദപ്രതിവാദമോ ഒന്നുമല്ല, ഇതൊരു വിഷയാവതരണമാണ്. ഈ വിഷയാവതരണം പ്രമാണങ്ങളോട് 100% കൂറു പുലർത്തുന്നതാകണം എന്നതിന്റെ സംഘാടകരും അവരെക്കാൾ ഉപരിയായി ഞാനും വിചാരിക്കുന്നു. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, മാർഗദർശി വരാത്ത ഒരു സമുദായവും ലോകത്തുണ്ടായിട്ടില്ല, കഴിഞ്ഞുപോയിട്ടില്ല എന്ന് ഖുർആനിന്റെ അവകാശവാദമാണ്. അതുപോലെ താക്കീതുകാർ വരാത്ത ഒരു ജനപദവും ഉണ്ടായിട്ടില്ലെന്ന് 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിൽ പറയും.
16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 36-ാമത്തെ വചനത്തിലല്ല പറയുന്നത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ജനപദങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഇന്ന് ഖുർആൻ പറഞ്ഞു, മാ സല്ലമിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. ആരും അധികം ചിന്തിച്ചിട്ടില്ലാത്തൊരു ഖുർആനിക വചനമാണ് പറയുന്നത്. ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 4-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത്, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ആ പ്രവാചകൻ ഏതൊരു ഓഡിയൻസിലേക്കാണോ വന്നത്, ആ ഓഡിയൻസിന്റെ പ്രബോധിത സമൂഹത്തിന്റെ ഭാഷ ഏതോ ആ ഭാഷയിലായിട്ടല്ലാതെ. വളരെ കൃത്യമായി പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ ഒരു പ്രവാചകൻ വന്നാൽ തമിഴ് ഭാഷയിലായിരിക്കും അദ്ദേഹം ദഅവത്ത് നടത്തുക എന്ന് പടച്ചുതമ്പുരാൻ. മലയാളക്കരയിൽ ഒരു പ്രവാചകൻ വന്നാൽ, മലപ്പുറം ജില്ലയിൽ ഒരു പ്രവാചകൻ വന്നാൽ, ആ പ്രവാചകൻ മലപ്പുറം ജില്ലക്കാർക്കുള്ള പ്രവാചകനാണെങ്കിൽ മലപ്പുറം ഭാഷയിലായിരിക്കും അദ്ദേഹം സംസാരിക്കുക. അല്ലാഹു പറയാം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഒരു ഖൗമിന്റെ ഭാഷയിലായിക്കൊണ്ടല്ലാതെ. എന്തിനാണ് അങ്ങനെ വരുന്നത്? അതും അല്ലാഹു പറഞ്ഞു. അതല്ല പറയുകയാണെന്ത്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനാണ്. അപ്പൊ ജനങ്ങളുടെ ഭാഷയിൽ വിശദീകരിക്കപ്പെടണം. എന്തുകൊണ്ട് ഖുതുബ മലയാളത്തിൽ കേരളത്തിൽ നടത്തുന്നു? വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ജനങ്ങളെ നന്നാക്കലാണ് ഖുതുബയുടെ ലക്ഷ്യം. വയുദക്കിറുന്നാസ് യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി എന്ന പ്രവാചകൻ പറയും. അപ്പൊ ഖുതുബയുടെ ലക്ഷ്യം ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്നതാണ്. ഭാഷയിൽ കടുംപിടുത്തം പിടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ജനങ്ങൾ ഖുതുബയിലൂടെ ഉത്ബുദ്ധരാകണം. 500 ഖുതുബയിലൂടെ പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹം തസ്കിയത്തിലൂടെ, തർബിയത്തിലൂടെ മാനവ സമൂഹത്തിന് സംസ്കാരത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുത്തു. അഥവാ ലോകത്തെ ഏറ്റവും ഉന്നതമായ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ അത് സൗദി അറേബ്യയിൽ നിന്നുണ്ടായത്. മാത്രവുമല്ല, ലോകത്തിന്റെ കേന്ദ്രമാണത്. അതായത് ഒരു റൂം നിങ്ങൾ സങ്കല്പിക്കുക, ചതുരത്തിലുള്ള ഒരു റൂം സങ്കല്പിച്ചാൽ അതിന്റെ ഒരു കോർണറിൽ ഒരു വിളക്ക് കത്തിച്ചാൽ എല്ലാ ഭാഗത്തും വെളിച്ചത്തില്ല. അതിന്റെ സെൻട്രൽ പോയിന്റിൽ കൊണ്ടുവച്ചാൽ ആ റൂമിന്റെ എല്ലാ ഭാഗത്തും തത്തുല്യമായി പ്രകാശമെത്തും. ഭൂമിയുടെ കേന്ദ്രം മക്കയാണ്, സെൻട്രൽ പോയിന്റ്. അവിടെ കൊണ്ടുപോയൊരു വെളിച്ചം വെച്ചപ്പോ അത് ലോകത്ത് മുഴുവനും എത്തി. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 96-ാമത്തെ വചനമാണ്. അല്ലാഹുവിനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ആദ്യ ഭവനം കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദി ബിബക്ക അൽ മുബാറക. ആ മക്ക എന്ന് പറയുന്ന പരിശുദ്ധമായ ആ പ്രദേശം, അവിടെ വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും മാർഗദർശനം. അഥവാ മക്കയിൽ നിന്നാണ് ലോകത്തേക്ക് മാർഗദർശനമുണ്ടായത്. ലിതുൻദിറ ഉമ്മുൽ ഖുറാ വമൻ ഹൗലഹു. ഈ ഉമ്മുൽ ഖുറയിൽ നിന്ന്, ഈ മാതൃത്വത്തിൽ നിന്ന്, ഈ മാതാവിൽ നിന്ന്, ഭൂമിയുടെ സെൻട്രൽ പോയിന്റിൽ നിന്ന് ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തേക്കുമുള്ള തെദിക്കീറുകൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, മാർഗദർശനങ്ങൾ അത് ലഭിക്കുന്നു എന്നാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രകാശമെത്തി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ ലോകത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അലാ ബല്ലുബല്ലി ഇശ്ശാഹിദിൽ ഗായിബ. എവിടെ ഹാജറുള്ളവർ ഇത് ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അബങ്കുരം അനുസ്യൂതം അനവരതം ഒഴുകുന്ന സാഗര സമാനമായി, നദികളുടെ സമാനമായി ഇസ്ലാമിക വിജ്ഞാനം ലോകത്തിന്റെ സീമകളെ അതിക്രമിച്ചുകൊണ്ട്, എല്ലാ ബൗണ്ടറികളെയും, രാജ്യ ബൗണ്ടറികളെ, സാംക്രമിക രേഖകളെ അതിക്രമിച്ചുകൊണ്ട് അത് കടന്നുപോയി. മാത്യു അർണാൾഡിന്റെ പ്രീച്ചിങ് ഇസ്ലാമിൽ ഈ കാര്യം കൃത്യമായി പാലിച്ചു. എവിടെയൊക്കെ മനുഷ്യരുണ്ടോ, ജനപദമുണ്ടോ, സംസ്കാരമുണ്ടോ, മോഹൻജൊദാരോ ഹാരപ്പന് സംസ്കാരത്തെ ഉദ്ഖനന ഗവേഷണ വിധേയമാക്കിയ അതിന്റെ ഡയറക്ടറായ എനി പുസൽക്കാർ ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വിഷയത്തിന്റെ മധ്യഭാഗത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. അപ്പൊ ലോകത്തെ എവിടെയും വേദഗ്രന്ഥങ്ങളും, നമുക്കറിയാം സൂഫി ഇബ്രാഹിം മൂസ, മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും വേദം നൽകി എന്നല്ല പറയും. ഇബ്രാഹിം നബിക്ക് നൽകിയ വേദം ഖുർആനിൽ പറയണില്ല.
316 വരുന്ന മുർസലുകളെ ലോകത്ത് അല്ലാഹു അയച്ചു എന്ന് നമ്മൾ പറയും. അവർക്കെല്ലാം വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. പല പ്രവാചകന്മാർക്കും വേദം നൽകിയിട്ടുണ്ട്. 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിടത്ത് അവർക്ക് നാം മാർഗദർശനം നൽകിയിട്ടുണ്ട്. നിങ്ങൾ അവരെ ഫോളോ ചെയ്യണം, നിങ്ങളുടെ ഫോളോവേഴ്സ് അവരാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് അംബിയായിൽ ഖുർആനിലെ 21-ാം അധ്യായം 73-ൽ പറയുന്നത് വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. നമ്മുടെ കൽപ്പന പ്രകാരം ലോകത്ത് പ്രവാചകന്മാരെ നാം തെരഞ്ഞെടുത്തു. അവർ നിങ്ങളുടെ റോൾ മോഡലുകളാണ്. അവർക്ക് അല്ലാഹു ഏതാണ് പുണ്യകരമെന്ന് വഹി നൽകുന്നു. തന്നിഷ്ടത്തെയോ സ്വന്തം ഇഷ്ടപ്രകാരമോ അവർ അമലും ചെയ്യുന്നില്ല. അപ്പൊ ഈ പ്രവാചകന്മാരിലൂടെയാണ് ലോകത്ത് മതം പ്രചരിപ്പിക്കപ്പെട്ടത്. മനുഷ്യരാവട്ടെ ഭിന്ന സ്വരമുള്ളവരായി തീർന്നു. വിശുദ്ധ ഖുർആൻ അതാണ് 2-ാം അധ്യായം 213-ാമത്തെ വചനത്തിൽ പറയും. വേദഗ്രന്ഥം നിങ്ങൾക്കറിയാം, ഖുർആൻ അവതരിപ്പിച്ചത് മുസ്ലിം അല്ല എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. തൗറാത്ത് അവതരിപ്പിച്ചതാരാ? ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. ഖുർആൻ പറയാം, ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 44-ാമത്തെ വചനമാണ്. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. വല്ലാത്തൊരു വാക്കാണ്. ഈ തൗറാത്തിനെ തീർച്ചയായും നാമാണ് അവതരിപ്പിച്ചത്. ഫീഹാ, അതിലുണ്ട് എന്തുണ്ട്? മാർഗദർശനവും പ്രകാശവുമുണ്ട്. തൊട്ടതായ വീണ്ടും പറയുന്നു, ഇഞ്ചീലിനെ അവതരിപ്പിച്ചത് നാമാണ്, അതിൽ പ്രകാശവും മാർഗദർശനവുമുണ്ട്. സബൂറിനെ അവതരിപ്പിച്ചത് നാമാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, മോസസ് പ്രവാചകന് നൽകിയിട്ടുള്ള 10 കമാൻഡ്മെന്റ്സ് അതുൾപ്പെടെയുള്ള തൗറാത്ത് അതാരാ അവതരിപ്പിച്ചത്? മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ലോകത്തിന്റെ തമ്പുരാൻ. ആ ലോകത്തിന്റെ തമ്പുരാനാണ് തൗറാത്ത് അവതരിപ്പിച്ചത്. ഇന്ന് ജൂതന്മാരുടെ കൈകളിലുള്ള ക്രിസ്ത്യാനികളുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ഉൾപ്പെടെയുള്ള സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനാലിറ്റിയിൽ, അതിന്റെ അരാമിക് ഭാഷയിൽ, അത് പിന്നീട് ഹീബ്രു ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്ത് ലോകത്തിന് മൂലകൃതിയായി ബൈബിൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലെല്ലാം ഉള്ളത് അതാണ്. അവിടെയൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് പടച്ചോനിൽ നിന്നുള്ള ആദർശമാണ്. ഈ കാണുന്ന അനന്തവിസ്തൃതമായ ആകാശഭൂമികളെ, അതിലെ ഹരിതാപമായ അവസ്ഥാവിശേഷങ്ങളെ, സൂര്യചന്ദ്രന്മാരെ, നക്ഷത്രാദികളെ, ഗാലക്സികളെ, സൗരയൂഥങ്ങളെ മൂസാ നബി ഫിറൗനിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞുപോലെ റബ്ബുസ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. അപാരമായ മറുപടിയാണ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവൻ റബ്ബ്. ആ റബ്ബിൽ നിന്നാണ് ഈ വേദങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടത്. വേദങ്ങളിൽ കൃത്യമായ ആശയം കാണുന്നത് എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു. അപ്പൊ ഹിന്ദു വേദത്തെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രുതികൾ, മറ്റൊന്ന് സ്മൃതികൾ. എന്താണ് ശ്രുതി? ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെട്ടത് എന്നാണ്. ആരിൽ നിന്ന്? പ്രപഞ്ചനാഥനിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ മുഖാന്തരം ഋഷീശ്വരന്മാർക്ക് ലഭിച്ചു ഇന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഥവാ മാർഗദർശികളായ പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയത്, അതാണ് ശ്രുതി. എന്താണ് സ്മൃതി? ആചാര്യന്മാരുടെ സ്മൃതിപദങ്ങളിൽ നിന്ന് അവർ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത വചനാമൃതങ്ങളുടെ സമാഹാരത്തെയാണ് എന്തു പറയുന്നത്? സ്മൃതികൾ, ശ്രുതികൾ എന്ന് നമ്മൾ പറയും. അപ്പൊ ശ്രുതി സ്മൃതി തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു. ഒന്ന് ദൈവപ്രോക്തമാണ്, അതാണ് ശ്രുതികൾ. മറ്റേത് സ്മൃതികൾ. ഇത് രണ്ടും അതിൽ നിങ്ങൾക്കറിയാലോ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ. ഈ ചതുർവേദങ്ങളാണ് എന്ത്? യഥാർത്ഥത്തിൽ ദൈവത്തിങ്കൽ നിന്ന് എന്ന് പണ്ഡിറ്റ് മഹാനായ സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ വാക്കുകൾ അതിന്റെ 3-ാമത്തെ അധ്യായം 313-ാമത്തെ പേജിലാണെന്നാണ് എന്റെ ധാരണ. ഈ കാര്യം അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ്. ഇനി ഉപനിഷത്തുക്കളുണ്ട്, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ. അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു വന്നാൽ ഇന്ന് ആധുനിക ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും ശരിയല്ല എന്ന് വേദങ്ങളിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വേദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന, മുസ്ലിമായാലും അമുസ്ലിമായാലും ആരായാലും ഏത് മതാനിയായാലും അവൻ ചെയ്യുന്നത് ശരിയല്ല എന്നവന് ബോധ്യപ്പെടും. ഇന്നലെ വളരെ സുപ്രസിദ്ധമായ മാതാ അമൃതാനന്ദമയുടെ മഠത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മഹാക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു എനിക്ക് പ്രഭാഷണം. ഞാനായിരുന്നു ഇന്നലെ പ്രഭാഷണം ചെയ്യേണ്ടിയിരുന്നത്. അത് ഇങ്ങനെ ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നേക്ക് മാറ്റുകയായിരുന്നു.
ഞാൻ പറയുന്നത് അവിടെ പ്രസംഗം നടന്നപ്പോ അവിടെ വളരെ പ്രഗത്ഭരായ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിജിയുണ്ട്, അതുപോലെ ഒരു ചർച്ചിലെ പ്രഗത്ഭനായ ക്രിസ്തീയ പണ്ഡിതനുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വാചകത്തെ പോലും അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. വേദത്തെ അവലംബിച്ചാൽ സ്വാമിജി നിങ്ങൾ ഇങ്ങനെയാവില്ല, വേദത്തെ അവലംബിച്ചാൽ അച്ഛനും ഇങ്ങനെയാവില്ല, ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ, വേദമല്ല ഇവിടെ പ്രമാണമായി വരുന്നത്, ആചാര്യന്മാരുടെ വാക്കുകളാണ് പ്രമാണമാകുന്നത്, പ്രാദേശിക നേതാക്കന്മാരുടെ വാക്കുകളാണ് പ്രമാണമാകുന്നത്. അതെ, നിങ്ങൾ ചിന്തിച്ചോളൂ. വളരെ പ്രസിദ്ധമായ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഇടവകയിൽ, ക്രിസ്ത്യാനികൾ അങ്ങനെയാ പറയാം, നമ്മുടെ മഹല്ല എന്ന് പറയുന്നതിന് പകരം ഇടവകയിൽ എന്നാ പറയാം. ആ ഇടവകയിൽ ജീവിച്ചവൻ റോമൻ കത്തോലിക്സ് ആണെങ്കിൽ അവിടെ ജീവിച്ച് അമ്മയുടെ അച്ഛന്റെ വിശ്വാസ ആചാരങ്ങളെ അതൊക്കെ അതിലൊക്കെ എന്തൊക്കെ വൈകൃതങ്ങളുണ്ടോ അതെല്ലാം അവന് നല്ലതായി തോന്നും. അതാണ് അവൻ എഫക്ട് ചെയ്യുക. ഏതൊരു ചർച്ചിലാണോ, റോമൻ കത്തോലിക്സിന്റെ ചർച്ചിലാണോ, പെന്തക്കോസ്റ്റിന്റെ അടുത്താണോ, എവിടെയാണോ അവൻ ചെല്ലുന്നത്, അവാന്തര വിഭാഗങ്ങൾ, അവിടെ എന്താ വിശ്വാസം? നിങ്ങൾക്കറിയാം, സ്വർണ്ണാഭരണം തീരെ ധരിക്കാത്ത പെന്തക്കോസ്റ്റ്, അതായത് ക്രിസ്ത്യാനികളിലെ മുജാഹിദുകൾ എന്ന് അവർ സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ. ഈ ആളുകളൊക്കെ ചെയ്യുന്നത് എന്തോ അതിനെ അനുധാവനം ചെയ്യാനാണ് ക്രൈസ്തവ ലോകം വിധിക്കപ്പെട്ടത്. ഹിന്ദുമത സമൂഹത്തിന്റെ അവസ്ഥയത, കല്യാണമ്മയുടെ ദേവദാസിന്റെ മകനായി ജനിച്ച് ആ പ്രദേശങ്ങളിലും അവിടുത്തെ ക്ഷേത്രങ്ങളിലും നടക്കുന്ന, അത് ശിവക്ഷേത്രമാണെങ്കിൽ അങ്ങനെ ശിവരാത്രിയായിരിക്കും, ബ്രഹ്മാവിനെയാണെങ്കിൽ അങ്ങനെ, വിഷ്ണുവിനെയാണെങ്കിൽ വൈഷ്ണവ വിശ്വാസമായിരിക്കും അവിടെ, അവിടുത്തെ മത്സരങ്ങളായിരിക്കും അവിടെ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളായിരിക്കും അവിടെ അതുണ്ടാവുക. ഓരോ പ്രാദേശിക തലങ്ങളിലും അങ്ങനെയാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ഈ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഉപരിതലത്തിലുള്ള പഠനങ്ങൾക്കപ്പുറത്ത്, ഇപ്പൊ സാഗരത്തിന്റെ ഉപരിതലത്തിലൂടെ വഞ്ചി ഓടിച്ച് വല്ലവരുന്ന തിരമാലകളെ തള്ളി നീക്കിയൊരാൾക്ക് അപ്പുറം ചെന്ന് കൊമ്പസ്ലാവിനെ പിടിക്കാം. പക്ഷെ ആഴിയുടെ സമുദ്രത്തിന്റെ അഗാധതയിൽ എന്നാ ഉള്ളത്, അത് ഡിസ്കവറി ചാനൽ കണ്ടവർക്കറിയാം. ഡിസ്കവറി ചാനൽ ശ്രദ്ധിക്കുന്നവർക്ക് 50 അടി താഴെ കടലിന്റെ നമ്മൾ കാണുന്ന വർണ്ണരാജികൾ, മത്സ്യങ്ങൾ ഒരു മഹാസൗന്ദര്യമാണ്. ഭൂമിക്ക് പോലും ഇല്ലാത്തൊരു സൗന്ദര്യം, കടലിന്റെ സൗന്ദര്യം നേരിട്ട് കണ്ടതാണ് ഞാൻ. ലക്ഷദ്വീപുകളിൽ പലതവണ കടലിന്റെ ഒരു 20 അടി താഴെ 50 അടിയോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഓക്സിജൻ സിലിണ്ടർ കൊളുത്തി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ച ഒരാളാണ് ഞാൻ. അതുപോലെ വേദങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വേദങ്ങളെ ശരിക്കും പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നാം എത്തുന്ന ലോകം ഇതല്ല, നമ്മളീ കാണുന്നതല്ല, നമ്മളിൽ പലരും ആചരിക്കുന്നതല്ല, നമ്മളിൽ പലരും ചെയ്യുന്നതല്ല. അത് മുസ്ലിമിൻ്റെതാവാം, ക്രിസ്ത്യാനിയുടേതാവാം, ഹൈന്ദവരുടേതാവാം, ആരുടേതുമാവാം. അവിടെയാണ് ഞാൻ പറയുന്നത്, മതഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന് പറയുമ്പോൾ അത് ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല. അതല്ലെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുമോ എന്ന് കരുതി മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമല്ല. സത്യം ഏതാണോ ആ സത്യം എന്തെന്നറിയോ, ലോകത്ത് അസത്യം പറഞ്ഞ് അസത്യത്തിൽ ജീവിച്ചൊരു ജനത സത്യമായത് കണ്ട് അതാണെന്ന് മതം എന്ന് ആചരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, പ്രവാചക തിരുമേനി ലോകത്തോട് വിട പറയുമ്പോൾ വളരെ സുപ്രധാനമായി പറഞ്ഞ 3 കാര്യങ്ങളെ ഒട്ടും പരിഗണിക്കാത്ത ഒരു ജനത കേരളത്തിൽ മുസ്ലിമുകൾക്കിടയിൽ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാത്ത ഒരു മേഖല, അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന പോയിന്റായി ഞാൻ തുടക്കത്തിൽ നിന്ന് ഉദ്ധരിക്കാം. അള്ളാഹുവേ ലാ തജ്അൽ ഖബരി, എന്റെ ഖബറിനെ നീ ആക്കരുത്, എന്താക്കരുത്? ഒന്ന് വസനൻ യുഅബദ്, ആരാധിക്കുന്ന ബിംബമാക്കരുത്. എന്നെ ബിംബമാക്കരുത് എന്ന് പറയുന്നത്, എന്റെ ബിംബം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് റസൂലുള്ള പറഞ്ഞില്ല. അത് സുപ്രധാനമായ ഒരു പോയിന്റാണ്. എന്റെ ബിംബം ഉണ്ടാക്കി ഈ സമൂഹം എന്നെ ആദരിക്കുന്നൊരവസ്ഥ അതുണ്ടാവില്ലെന്ന് വഹി ലഭിച്ചിട്ടുണ്ടായിരിക്കണം. പ്രവാചകനെ സെൽഫി പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, പ്രവാചകന്റെ പ്രാർത്ഥന പിന്നെ ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? ഖബറിനോട് ബിംബത്തോട് ചെയ്യുന്ന പണിയെടുക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി, പടച്ചോനെ എന്റെ ഖബറും വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബാകരുത്. അഥവാ രാമേന്ദ്രൻ ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാം അവരെന്താണോ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം എന്റെ ഖബറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ജനത, അതാണ് ബിംബാരാധന. ഖബറ് ബിംബമായി തീരുക, ഖബറാരാധന ബിംബാരാധനയാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. ഇത് എത്ര കണ്ട് ആലോചിച്ചിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ? ആര് എന്നതല്ല, മുസ്ലിമീങ്ങളിൽ ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ ഇറാനും ഇറാഖും അതുപോലെ പല പ്രദേശങ്ങളും, ഞാൻ എണ്ണി പറയുന്നില്ല, ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും നമ്മൾ എടുത്തു നോക്കിയാൽ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു നോക്കിയാൽ ഖബറാരാധന എങ്ങനെയുണ്ടായി? ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ.
അംബിയാഇഹിം മസാജിദ. എനിക്ക് അത്ഭുതം തോന്നിയതിന്റെ അവസാന ഭാഗം എന്താ? അംബിയാക്കളുടെ കബറിടം ആരാധനയുടെ കേന്ദ്രമാക്കിന. പേരറിയാത്ത, നാടറിയാത്ത, വ്യക്തിത്വത്തെ അറിയാത്ത, ഊരും പേരറിയാത്ത ആളുകളെയല്ല, ജൂതന്മാരും ക്രിസ്ത്യാനികളും മശൂറായ അമ്പിയാക്കളുടെ, അതാണ് അമ്പിയാക്കൾ എന്ന് ഉറപ്പുള്ളവരുടെ കബർ അവർ കെട്ടിയുയർത്തി. അതുപോലെ ചില ഇസ്ലാം. പിന്നല്ലേ ഊരും പേരും അറിയാത്തവരുടെ? അത് ആര് ചിന്തിക്കണം? മുസ്ലിമീങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ കബർ കാണുമ്പോ, കൊണ്ടോട്ടി നേർച്ച കാണുമ്പോ അതിൽ ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന ഒന്നെന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. പടച്ചോനെ എന്റെ കബറിടം ഒരു ഉറൂസിന്റെ കേന്ദ്രമാക്കരുതേ. ശരിക്കും പ്രവാചകൻ പ്രാർത്ഥിക്കേണ്ടി വരുന്ന എന്താണ്? ഇന്നത്തെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ചെയ്യുന്നതാണ് മതമെങ്കിൽ, അവരാചരിക്കുന്നതാണ് മതമെങ്കിൽ, ഏട്ടിലുള്ളതൊന്നും നാട്ടിലുള്ളത് മറ്റൊന്നുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏട്ടിൽ വേറെ, നാടിൽ വേറെ. ഏടുകളിലുള്ളതല്ലല്ലോ ഇവിടെ പ്രാവർത്തിക മതമായി, പ്രവൃത്തി പദത്തിലെ മതമായി വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദ. ശരിക്കും പ്രവാചകൻ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്താ? അല്ലാഹുവേ, ലോകത്തിൽ അന സയ്യിദു വൽദി ആദം, ആദം സന്തതികളിൽ ഏറ്റവും വലിയ നേതാവ് ഞാനാണ്. അതുകൊണ്ട് അല്ലാഹ് ഏറ്റവും കൂടുതൽ ആന പങ്കെടുക്കുന്ന, ഏറ്റവും കൂടുതൽ കതിന് വെടിപൊട്ടുന്ന, ഏറ്റവും കൂടുതൽ അമ്പാരിയുള്ള, ഏറ്റവും കൂടുതൽ വലിയ നേർച്ച എന്റെ കബറിടത്തിൽ നടക്കണേ അല്ലാഹ് എന്നല്ലേ പ്രവാചകൻ പ്രാർത്ഥിക്കേണ്ടത്? മറിച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ എന്നാണ്. ഇത് ആര് ചിന്തിക്കണം? മുസ്ലിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയുന്നത് ലോകത്ത് സംഭവിച്ച ദുരന്തങ്ങളെല്ലാം ഇങ്ങനെയാണ്. വേദം ഒരു ഭാഗത്ത്, വേദവചനങ്ങൾ ഒരു ഭാഗത്ത്, വേദത്തിനെതിരായ ചിന്തകൾ മറുഭാഗത്ത്. പൗരോഹിത്യമായിരുന്നു അതിനെ അറക്കട്ടുറപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥമായ ഖുർആൻ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് നടത്തിയെടുത്ത് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ് ഇബ്നു മറിയം. ഖുർആനിലെ 9-ാം അധ്യായം 31-ാമത്തെ വചനം. പണ്ഡിത പുരോഹിതന്മാരെ അവർ റബ്ബുകളാക്കി, അവർ ഹലാലാക്കിയത് അല്ലാഹ് ഹലാലാക്കിയതുപോലെ അവർ കണ്ടു, അവരെ ഹറാമാക്കിയത് അല്ലാഹ് ഹറാമാക്കിയതുപോലെ അവർ കണ്ടു. അതുകൊണ്ട് തന്നെ അവരത് സ്വീകരിക്കുകയും ചെയ്തു.
പറഞ്ഞു വന്നത്, ശക്തമായ ഒരു പഠനമോ ശക്തമായ ഒരു ഗവേഷണമോ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നടത്താൻ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. മുമ്പേ ഗമിച്ചീടിന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഇതാണ് മനുഷ്യ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ളൊരവസ്ഥ. ഞാൻ ചെയ്ത കർമ്മങ്ങളുമെല്ലാം വേദഗ്രന്ഥം അനുസരിച്ചാണോ എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ പ്രബല മതവിഭാഗങ്ങളൊന്നും തയ്യാറായിട്ടില്ല. ഏറ്റവും കഷ്ടമായ ഒരു കാര്യം അതാണ്. എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്? ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നത് അവനാണ് മോക്ഷത്തിലെന്നാണ്, അവനാണ് ഏറ്റവും വലിയ സത്യത്തിലെന്നാണ്. സനാതനധർമ്മം എന്നാണ് ഹിന്ദുധർമ്മത്തെ പറ്റി. ഒരിക്കലും നശിക്കാത്ത ധർമ്മം, ധാർമ്മിക മൂല്യം. വേദാന്തി എന്നാണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ വിളിച്ചത്. വിവേകാനന്ദ ഇത് നിന്നുപോയി, ഞാൻ പറയുന്നത് നിന്നു പോകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് വളരെ വ്യക്തമായി പഠിക്കേണ്ടതാണ്. ഓരോ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക സമൂഹമൊക്കെ പഠിക്കേണ്ടത് ഞങ്ങളുടെ വിശ്വാസം ശരിയാണോ, കറക്റ്റാണോ? അതിൽ ഏറ്റവും ലളിതമായ ഒരു പോയിന്റിലൂടെ ഞാൻ നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരാം. ഒരു ഓഫീസ്, ഒരു ഉന്നതമായ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനൊരു നിയമം ഉണ്ടാവും, ആ സ്ഥാപനത്തിനൊരു ഡയറക്ടർ ഉണ്ടാവും, ആ സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, അവിടെ പാലിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. അത് അതുപോലെ പാലിക്കപ്പെടുമ്പോഴാണ് അതിന്റെ മേലുദ്യോഗസ്ഥന്മാരും അത് പരിഗണിക്കേണ്ടവരും ഒരു വ്യക്തിയെ പരിഗണിക്കുക. ഏതൊരു സ്കൂളിനും ഏതൊരു സ്ഥാപനത്തിനും അതിന്റെ നിയമങ്ങളും അതിന്റെ നിയമാവലികളുണ്ടാവും. ആ നിയമാവലി അനുസരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അയാളാണ് കറക്റ്റ്. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും ആളുകൾ പരീക്ഷ വേഗം എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. പരീക്ഷ എഴുതുമ്പോൾ, SLC എഴുതുമ്പോൾ ഓൾ ടിക്കറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും, ഇത്ര അക്ഷരം നമ്പർ ഒരാളുടെ. അപ്പൊ ഞാൻ എഴുതുന്നെങ്കിൽ എന്റെ പേരിലുണ്ടാവും, ഓൾ ടിക്കറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിലെ പരിഗണിക്ക. എന്തും എത്ര എഴുതി, എങ്ങനെ എഴുതി, എന്താണ് എന്നൊക്കെ പരിഗണിക്കപ്പെടും. ഇവിടെ നിങ്ങൾ നോക്കൂ, പടച്ചവന്റെ മതം, ലോകത്തിലെ സൃഷ്ടാവ് അവതരിപ്പിച്ചിട്ടുള്ള മതം. ആ സൃഷ്ടാവ് അവതരിപ്പിച്ചിട്ടുള്ള മതം ആണോ ഞാൻ അവലംബിക്കുന്നത്? സൃഷ്ടാവിന്റെ അടുത്ത് രക്ഷയും ശിക്ഷയും ആഗ്രഹിക്കുന്ന ആളുകൾ പടച്ചവന്റെ അടുത്ത് ഞാൻ രക്ഷപ്പെടും എങ്കിൽ പടച്ചവൻ പഠിപ്പിച്ചതുപോലെയാണോ? അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ നേരത്തെ പറഞ്ഞ 2-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം സവിശേഷമായ പഠനം അർഹിക്കുന്നു. അതെന്താണ്? എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ ആർ അതിനെ പിന്തുടരുന്നവോ അവർ ദുഃഖിക്കേണ്ട, അവർ ഭയപ്പെടേണ്ട. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരർത്ഥമുണ്ട്. അതെന്താണ്? എന്നിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ ആരവലംബിച്ചുവോ അവർ ദുഃഖിക്കേണ്ടി വരും, ഭയപ്പെടേണ്ടി വരും. പടച്ചോനിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്താതെ ഒരാദർശവും സ്വീകരിക്കരുതെന്നാണ് എല്ലാ മതവിഭാഗങ്ങളോടും ഈ ഇൻസൈറ്റിലെ മഹത്തായ ദൈവിക മതപ്രബോധനത്തിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ കൃത്യമായ ചില ഉദാഹരണങ്ങളിലൂടെ, ലളിതമായ ചില പോയിന്റുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ചൂടുപിടിപ്പിക്കാം. അപ്പൊ ഞാൻ എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സുഹൃത്തിനെ, രാകേഷ് എന്ന് പറയുന്ന എന്റെ ക്ലാസ് യാദർശികമായി അവന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ വെച്ച് കാണുകയാണ്. ഇടവഴിയിലൂടെ പോകുമ്പോൾ ഞാൻ അവനെ കണ്ടു. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ അവനെ കാണുന്നത്. അപ്പൊ അവൻ എന്നെയും കണ്ട വലിയ ആശ്ചര്യമായി. ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അവന്റെ വീട്ടിലേക്ക് അവൻ എന്നെ ക്ഷണിച്ചു. ഞാൻ അവന്റെ വീട്ടിലിരുന്നപ്പോൾ അവിടെ പല ഷെൽഫിൽ കുറെ ബുക്കുകളുണ്ട്. അതിൽ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, രാകേഷ്, ആ യജുർവേദം ഒന്നെടുക്കണം. അവൻ എന്നോട് ചോദിച്ചു, പൂച്ചക്ക് എന്താണ് ആ പൊന്നെടുക്കുന്നിടത്ത് കാര്യം? നിനക്കെന്തിനാ ചതുർവേദം? ഞാൻ പറഞ്ഞു, നീ യജുർവേദം എടുക്കേ. യജുർവേദം എടുത്തു. ഞാൻ പറഞ്ഞു, നീ അതിന്റെ 32-ാം അധ്യായം എടുക്കും. ആ 32-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം എടുത്ത് ഒന്ന് വായിക്കാൻ പറഞ്ഞു ഞാൻ അവനോട്. ലളിതമായ ഉദാഹരണത്തോടെ നിങ്ങൾക്ക് വേഗത്തിൽ വിഷയം പഠിപ്പിക്കണം ഞാൻ. അപ്പൊ അവൻ അത് വായിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്ന് വായിക്കണം. അപ്പൊ യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ സൂക്തത്തിൽ പറയാണ്, നതസ്യ പ്രതിമാസ്തി, നതസ്യ പ്രതിമാസ്തി. ആ ദൈവത്തിന് പ്രതിമയേ ഇല്ല. സാക്ഷാൽ ദൈവത്തിന് പ്രതിമയില്ല എന്നവിടെ പറയും. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്?
പൂച്ചക്ക് പൊന്നെടുക്കുന്നിടത്ത് എന്താ കാര്യം എന്ന് നിനക്ക് മനസ്സിലായോ? എന്നിട്ട് ഞാൻ അവന്റെ പൂജാമുറിയിലേക്ക് ചൂണ്ടി ഞാനോട് ചോദിച്ചു, ആ പൂജാമുറിയിൽ നീ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബമില്ലേ, അത് യജുർവേദം പഠിപ്പിക്കുന്നതിനെതിരാണ്. ദൈവപ്രോക്തമാണ് ചതുർവേദം എന്നല്ലേ നീ പറയുന്നത്? ദൈവം അവതരിപ്പിച്ചതാണ് ചതുർവേദം എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? എങ്കിൽ അതിനെ പ്രാപിച്ചാലാണോ നീ വേദാന്തിയാവുക? അവൻ പറഞ്ഞു അതെ. എങ്കിൽ നീ വേദത്തെ പ്രാപിച്ചിട്ടുണ്ടോ? വേദം അനുസരിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇല്ല. ഇത് തന്നെയാണ് ഹിന്ദു ലോകത്തിന് സംഭവിച്ചത്. വളരെ കൃത്യമായൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. വേദത്തിൽ ബിംബാരാധനയില്ല. നിലവിലോ ഹൈന്ദവ സമൂഹത്തിന് ബിംബാരാധനയില്ലാതെ ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ വേദം എന്താ പറഞ്ഞത്? ബിംബാരാധന പാടില്ല എന്നാ. വേദം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. വേദത്തിൽ നിങ്ങൾക്കറിയാം, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ 12, 13, 32, 515 പേജുകളിൽ 16 ദൂഷ്യങ്ങൾ പറയുന്നുണ്ട് ബിംബാരാധന. 16 ദൂഷ്യങ്ങൾ ചേർന്നില്ല. ഇപ്പൊ ബിംബാരാധന ലോകത്ത് അപങ്കുരം തുടരുന്ന കാര്യമാണ്. മണിമല ക്ഷേത്രത്തിലെ പ്രോഗ്രാമിൽ ഫാദർ ഇരിക്കുന്നിടത്ത്, മാത്യു സാർ ഇരിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു ബിംബാരാധന പാടില്ലെന്ന് ബൈബിൾ പറയും. അച്ഛൻ എന്ത് പറയാനുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ എന്നോട് അവസാനം പറഞ്ഞു എനിക്കൊന്നും പറയാനില്ലാണ്. വേദത്തിലുള്ളതാണത്. എന്താ വേദത്തിലുള്ളത്? ബൈബിളിൽ പറയുന്നു, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാചകത്തിൽ പറയാണ് എന്ത്? അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല, നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല. എന്നിട്ട് പറയുന്നു, ആകാശത്തിലെ പർവ്വജാരികളുടെ രൂപമുണ്ടാക്കി, ആദികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. അഥവാ ഒന്നിന്റെയും രൂപമുണ്ടാക്കി ആ രൂപത്തിന്റെ മുമ്പിൽ ആരാധനകൾ സമർപ്പിക്കരുത് എന്ന് ബൈബിൾ പറയാൻ. പക്ഷേ ഇത്ര രൂപമാണ് അവിടെ. കന്യാമറിയമിന്റെ രൂപം എത്രയാണ്? മദർ തെരേസയുടെ രൂപം എത്രയാണ്? അതിനു മുമ്പിൽ കൈകൂക്കുന്നവർ എത്രയാണ്? ഭരണിങ്ങാനത്തെ അൽഫോൻസാമയുടെ രൂപം എത്രയാണ്? ഇത് ബൈബിളിനെതിരാണ്. അഥവാ യഥാർത്ഥ വേദഗ്രന്ഥം പഠിപ്പിച്ചത് പാടില്ല എന്നാ. യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയം 42-ാമത്തെ വചനമാണ്. ഏ പിതാവേ, അബ്രഹാം പ്രവാചകന്റെ വാക്കുകളാണ്. അല്ലയോ എന്റെ പ്രിയ പിതാവേ, എന്റെ സ്നേഹനിധിയായ പിതാവേ. സ്നേഹത്തിന്റെ മഹത്വമാർന്ന അഭിസംബോധന രീതി കൊണ്ട് ബാപ്പയെ വിളിക്കുന്ന എന്റെ പ്രിയ പിതാവേ. കാണാൻ കഴിയാത്ത, കേൾക്കാത്ത, യാതൊരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത കല്ലിൻ തുണ്ടത്തെ അങ്ങ് ആരാധിക്കുന്നുവോ? അപാരമായൊരു ചോദ്യമാണ്. വേദങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ, ഹിന്ദു വേദഗ്രന്ഥത്തിലും ക്രൈസ്തവ വേദഗ്രന്ഥത്തിലും ഖുർആനിലും ഒരേ ചോദ്യം, ബിംബാരാധന പാടില്ല എന്ന പരാമർശം. എങ്കിൽ ബിംബാരാധന പാടില്ലെന്ന് 3 പ്രബല മതത്തിലുമുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഒറ്റ മതാണത്. ആ ആശയം ഒറ്റ മതത്തിൻ്റെതാണെന്ന് വന്നു. ആ ഒറ്റ മതം ഏതാണ്? അത് പടച്ചോൻ അവതരിപ്പിച്ചതാണ്. ലോകത്തിന്റെ സിത്താവ് അവതരിപ്പിച്ചതാണ്. ഏത് സിത്താവ്? അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം ആർക്കുള്ളതാണോ അവന്റെ പ്രവാചകൻ, അവന്റെ വേദഗ്രന്ഥം, അവന്റെ ആദർശം വളരെ വ്യക്തമാണ്. 7-ാം അധ്യായം സൂറത്ത് അറാഫ് 158-ാമത്തെ വചനമാണ്. വളരെ കൃത്യമാണ്. അപ്പൊ ഇസ്ലാം ലോകരെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനിലേക്കാണ്. ഈ പോയിന്റാണ് നമുക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അവിടെയാണ് വേദഗ്രന്ഥങ്ങളിൽ ഒരിടത്തും, യജുർവേദത്തിലോ എവിടെ, പ്രത്യേകിച്ച് ഋഗ്വേദം ഏറെ പഠിക്കേണ്ടതാണ്. 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലങ്ങൾ. ആ 10 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിൽ 1-ാമത്തെ മണ്ഡലം തന്നെ പറയുന്നത് ഏദം സത് ബഹുദാ വിപ്രാവദന്തി. ഏദം സത് ബഹുദാ വിപ്രാവദന്തി. ദൈവം പലതില്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ ഇന്നലെ ക്ഷേത്രത്തിലെ, ഭഗവതി ക്ഷേത്രത്തിലെ ഉദ്ഘാടനം ഒരു പ്രസിദ്ധനായ സിനിമാ നടനായിരുന്നു, GK പിള്ള സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സദസ്സിലിരിക്കുന്നവരും അതിനു മുമ്പ് കഴിഞ്ഞുപോയ തലമുറയും അതിനു മുമ്പ് കഴിഞ്ഞുപോയ എല്ലാം ഒരു സിത്താവിന്റെ അടിമകളാണ്. ഒറ്റ ദൈവമേ ലോകത്തുള്ളൂ, ഒരേ ഒരു ദൈവം മാത്രം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാൻ. പക്ഷെ ആരാധിക്കുന്നതോ ദൈവത്തിന്റെ സൃഷ്ടികളെയാണ്. അതായത് സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടികളെ ആരാധിക്കുന്നിടത്താണ് മനുഷ്യരെത്തിയത്. അതിന് സ്വാമിജി ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു. മാതാമൃതാനന്ദമയ മഠത്തിലെ സ്വാമിജി എന്തുകൊണ്ട് ആലിനെ
ആരാധിക്കപ്പെടുന്നു? സ്വാമിജി പറഞ്ഞ കാരണം ഞാനതിനെ ഖണ്ഡിക്കുകയും ചെയ്തു. അരയാൽ ഇതിന്റെ ഇലയുണ്ടല്ലോ, അതൊരു ഔഷധമാണ്. അതിന്റെ കാറ്റ് തട്ടിയാൽ ശരീരത്തിലെ വേദന മാറും, രോഗങ്ങൾ മാറും. അതൊരു ഔഷധച്ചെടിയാണ്. അതിൽ രാത്രി പോലും ഓക്സിജൻ പ്രവാഹം ഉണ്ടാകുന്ന വലിയ ഒരു ചെടി അരയാൽ മരം. ഈ അരയാൽ മരം, അതുകൊണ്ടാണ് അതിനെ ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, സ്വാമിജി ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, അരയാൽ ചെടിയുടെ ഔഷധ ഗുണത്തെയും അരയാൽ ചെടിയുടെ മേന്മയെയും കാണുന്ന ഞങ്ങൾ ചിന്തിക്കുന്നത്, ആരാണോ അതിന് ഔഷധ ഗുണം നൽകിയത് അവനാണ് പ്രാധാന്യം. ആരാണോ ഔഷധ ഗുണം നൽകിയത് അവനിലേക്കാണ് ഞങ്ങളുടെ ചിന്ത പോവുക. അതെ, യേശുദാസിന്റെ ഒരു ഗാനം അതിന് അവാർഡ് കിട്ടിയാൽ ആ ഗാനത്തിന്റെ ഗാനം ഇങ്ങനെ ഒരു ചട്ടയിൽ എഴുതി വെച്ച് അതിൽ മാല ചാർത്തുക എന്നതല്ല, യേശുദാസ് എന്ന പ്രതിമക്കാണ് അവാർഡ്. കാനായി കുഞ്ഞിരാമൻ ഒരു പ്രതിമ നിർമ്മിച്ചാൽ പ്രതിമക്കല്ല അവാർഡ്, കാനായി കുഞ്ഞിരാമൻ എന്ന പ്രതിമക്കാണ്. കലാലോകത്ത് വിരാജിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയും. ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത അവാർഡിന് വിധേയമായതാണ്. ആ അവാർഡ്, അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി, ഇതൊക്കെ അവാർഡുകൾക്ക് വിധേയമാണ്. ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ എന്ന പ്രതിഭയെയാണ് കാണുക, അല്ലാതെ അദ്ദേഹത്തിന്റെ കവിതയല്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ഏതാണ്? സൂര്യനെയല്ല ആരാധിക്കുക, സൂര്യനെ സൃഷ്ടിച്ച റബ്ബിനെയാണ് ഇസ്ലാം കാണുക. നേരെ മറിച്ച് ഹൈന്ദവ സമൂഹത്തിന് സംഭവിച്ചതോ സൃഷ്ടിയുടെ പ്രാധാന്യം അറിഞ്ഞ് അതിനെ ആരാധിക്കാം. അതിലൊന്നാണ് സ്വാമിജി ഇന്നലെ പറഞ്ഞ പശു. പശുവിന് ഏറെ ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്നല്ല. പശുവിനെ സൃഷ്ടിച്ചവൻ. ഇപ്പൊ സാധാരണ എന്താണ്, ഒരാൾ നല്ലൊരു വീട് നിർമ്മിച്ചാൽ ആ വീടും കെട്ടിപ്പിടിച്ച് ആരും നിൽക്കില്ല, ആ വീട് നിർമ്മിച്ച എഞ്ചിനീയറിംഗിന്റെ എടുപ്പു. ആരാണ് ഈ ആർക്കിടെക്ട്? ആരാണ് ഈ എഞ്ചിനീയർ? അന്ന് ബാലനാണ്. ചെന്നു ബാലന്റെ ഓഫീസിലേക്ക്, ക്രെഡിറ്റ് ബാലനാണ്, അല്ലേ? ക്രെഡിറ്റ് ജബ്ബാറിനാണ്. ആരാണോ എഞ്ചിനീയർ അവനാണ്. എവിടെ ആരാണ് ഈ ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാത്രി കണക്കെ എന്ന് പറയുന്ന നമ്മുടെ കവിത വീണപൂ, കുമാരനാശാന്റെ വീണപൂ. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാത്രി കണക്കെ. ഒരു മണവാട്ടിയെ പോലെ, ഒരു രാത്രിയെ പോലെ, ഒരു സിംഹാസനം ഭരിക്കുന്ന ചക്രവർത്തിയുടെ ഭാര്യയെ പോലെ, ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയെ പോലെ പന്നീർ പുഷ്പമേ നീ എത്ര സുന്ദരമാണ്. ആ പന്നീർ പുഷ്പത്തിന്റെ ഇടകളിൽ മനോഹാരിത നൽകിയ സിട്ടാവിനെ കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ സൃഷ്ടി പഠനത്തിലൂടെ സിട്ടാവിലെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. മറ്റെല്ലാ സമൂഹം എന്താ ചെയ്യുന്നത്? സൃഷ്ടികളെ ബന്ധിപ്പിച്ച് അതിന്റെ മഹത്വത്തിൽ കുടുക്കി അതിന് പ്രാധാന്യം നൽകി അതിനെ പ്രമാദിച്ച് നൽകി അതിനെ ആരാധിക്കുക. ഫോർ എക്സാമ്പിൾ, സായിബാബ എന്തുകൊണ്ട് ദൈവമാകുന്നു ചോദിച്ചാൽ ആളുകൾ സാധാരണ പറയുന്ന അന്തരീക്ഷത്തിൽ കൈ ചുഴറ്റി അദ്ദേഹം ഇട്ടിരിക്കുന്ന നീളക്കുപ്പായത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ചില മേജിക്കുകളാണെന്ന് തിരിച്ചറിയാതെ അന്തരീക്ഷത്തിൽ കൈ ചുഴറ്റി അദ്ദേഹം വാച്ചെടുക്കുന്നു, 2 സ്വർണ്ണാഭരണം എടുക്കുന്നു. എന്തുകൊണ്ട്? 8 ദശലക്ഷം ആളുകൾ പട്ടിണി കിടക്കുന്നെങ്കിൽ ഒരു മത്തങ്ങ, ഒരു പച്ചക്കറി ചാക്ക്, ഒരു 2 കിലോ അരി ഒന്നും എടുക്കാൻ കഴിയാത്തത്? അത് കയ്യിൽ ഒതുങ്ങൂല. അതില്ലേ എങ്കിൽ അദ്ദേഹത്തെ ദൈവമാക്കാമായിരുന്നു നമുക്ക്. എന്തേ കാണിക്കാത്തത്? നിങ്ങൾ നോക്ക്, ലോറി ഇങ്ങനെ പുട്ടപ്പുറത്തിയിലേക്ക് റിവേഴ്സ് ഗിയറിൽ ബാക്ക് എടുത്ത് ഇങ്ങനെ നിൽക്കുക. സായിബാബ അന്തരീക്ഷ മനസ്സാല, എന്റെ മനസ്സാല, എന്തെടുക്കാത്ത എടുക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയാം. അത് ചിന്തിക്കാനല്ല ആളുകൾ പ്രേരിപ്പിക്കുക. കയ്യിൽ ഒതുങ്ങുന്ന ഒരു വളയെടുത്തു എന്നുള്ളതാണ് ആളുകൾക്കെല്ലാം ഒരു വാച്ച് എടുത്തു. HMT കമ്പനിയുടെ വാച്ചായിരുന്നു ഒരാൾ കൊടുത്ത്. HMT കമ്പനി നിർമ്മിച്ചത് അതെങ്ങനെ സായിബാബ കിട്ടി? അതാണ് കൈവഴക്കം മെയ്വഴക്കം എന്ന് പറയും. അത് ലോകത്ത് തെളിയുകയും ചെയ്തു. അദ്ദേഹം ഇങ്ങനെ കൈനട്ടി ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്നത് ക്യാമറയിൽ പകർത്തി. ലോകത്തത് യുക്തിവാദികൾ ഇട്ടു, യുക്തിവാദികൾ അത് കാണിച്ചു. എന്നിട്ട് മതം പൊള്ളയാണെന്ന് പറഞ്ഞു. മതത്തിന്റെ പേരിൽ പൊള്ളയായ ഒരാൾ ജീവിച്ചിട്ട് അതാണ് മതം എന്ന് സങ്കല്പിച്ചതാണ് യുക്തിവാദികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഗതികൾ. യുക്തിവാദികൾ എന്നും വെറുത്ത മതം ഏതാണ്? പൗരോഹിത്യ മതമാണ്, പൗരോഹിത്യത്തിന്റെ മതമാണ്. ദൈവം അവതരിപ്പിച്ച മതത്തെ തൊടാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല ഇന്ന് വരെ ഈ നിമിഷം വരെ. അതിന് മാത്രമൊന്നും കേമന്മാർ നിങ്ങളാരും ആയിട്ടില്ല, അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങളൊക്കെ വിമർശിക്കുന്ന മതേതാ? പൗരോഹിത്യത്തിന്റെ മതത്തെയാണ്. അവിടെയാണ് ചില അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കേ, യക്ഷുശാന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേത്രം യതി തമുപാസതി യസ്മിൻ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേത്രം യതി തമുപാസതി. കേനോപനിഷത്തിലെ 6-7 ശ്ലോകങ്ങളാണ്. അതിൽ പറയുന്നത് ഭക്തവത്സല. നോക്കൂ, എന്താ പറയുക, ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ, ഒരു പ്രതിമയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഭക്തവത്സലനായ ആ അടിമയോട് പറയുന്നത്, നീ കൈകൂപ്പി നിൽക്കുന്ന ഈ ബിംബമുണ്ടല്ലോ, ഇതല്ല നിന്റെ ദൈവം. നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ, എന്നാൽ നിനക്ക് കാണാൻ
ാകാത്ത ലോകത്തിന്റെ തമ്പുരാനില്ലേ, സൃഷ്ടാവില്ലേ, അവനാകുന്നു നിന്റെ ദൈവം. അവനെ ആരാധിച്ചാൽ, അവനെ ബ്രഹ്മമായി നീ ബ്രഹ്മമെന്ന് കരുതി ആരാധിക്കുന്നതൊന്നും എന്തല്ല, സാക്ഷാൽ ദൈവമല്ല. ഇത് തന്നെയാണ് ഖുർആനും പറഞ്ഞത്. ഖുർആനും പറഞ്ഞത് എന്താണ്? ഖുർആൻ പറഞ്ഞത് ഈ ഒരു വലിയ ആശയമാണ്. ആ പടച്ചോനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയവനാണ് അല്ലാഹ്. വല്ലാത്തൊരു വാക്കാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ നോക്കൂ, BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 ആളുകൾ അതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു. ലോകത്തെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. ഒറീസയിൽ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന മഹാന്മാരുടെ പ്രതിമകൾ തകർക്കപ്പെട്ടു. എന്നാൽ ലോകത്തേതെങ്കിലും ഒരു കോണിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ തകർക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ തകർക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു കലാപം, ഒരു പോരാട്ടം, ഒരു വക്കാണം, ഒരു വഴക്ക് ലോകത്തൊന്നുവരെ ഉണ്ടായിട്ടില്ല. അത്ഭുതകരമാണത്. ഒരു ഭക്തൻ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് കുറിതൊട്ട് സ്നാനം കഴിഞ്ഞ് കുറിതൊട്ട് ക്ഷേത്രത്തിൽ വന്ന് ഇഷ്ടദേവന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ആ ദൈവമില്ല. അത് ഇന്നലെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഭക്തൻ അസ്വസ്ഥനാവുകയാണ്, ഉടനെ ഓടുകയാണ്, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ്. ഇത് മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ടതാണ്. മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ചിന്ത എന്താണ്? ലോകത്തെ സൃഷ്ടിച്ച പടച്ചോന് പ്രതിമയില്ല എന്നുള്ളതാണ്. ആ പടച്ചവന് പ്രതിമയിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയേണ്ട വളരെ പ്രധാനമായ കാര്യം, ലോകത്തെ സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവിനെ മാനവകുലത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആരാണ് ലോകത്തിന്റെ സൃഷ്ടാവ്? ആരാണ് ലോകത്തിന്റെ തമ്പുരാൻ? വിശുദ്ധ ഖുർആൻ. ഞാൻ നിങ്ങൾക്കൊരു ചർച്ച പരിചയപ്പെടുത്താം. ഇവിടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മൗലികമായ ഒരു പോയിന്റായത് റാംസസ് രണ്ടാമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിറഔൻ. ആ ഫിറഔനിന്റെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം ചെല്ലാൻ 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ അവിടെ ചെന്നിട്ട് അദ്ദേഹവുമായി സംവദിക്കുകയാണ്. ആ സംവാദത്തിൽ, ആ ദാർശനികമായ ചർച്ചയിൽ, ആ ദാർശനികമായ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന വേദിയിൽ ഫിറഔനിന്റെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താ? നീ കുറെ സമയമായല്ലോ ഇവിടെ കിടന്നൊരു പടച്ചോനെ പരിചയപ്പെടുത്തും, ഒരു റബ്ബിനെ പരിചയപ്പെടുത്തുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആരാണ് ആ റബ്ബ് എന്ന് റാംസസ് രണ്ടാമന്റെ ചോദ്യം. സൂറത്ത് ശൂറ 26-ാം അധ്യായം 23-24 വചനം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഖുർആനിക വചനം. വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ആരാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം? അതിലൊന്നാമതായി റബ്ബ് എന്ന പദം ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. ഒരു അരയാൽ കുരുവിന്റെ ചെറിയ വെളുത്ത കുരു, അത് ഭൂമിയിൽ വീണാണ്. ആ വിത്തിൽ നിന്നാണ് പടർന്നു പന്തലിക്കുന്ന ഒരു അരയാൽ വൃക്ഷമുണ്ടാകുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അതിന്റെ എൻഡ് വരെ അതിനാവശ്യമായ എല്ലാം നൽകി അതിനെ വളർത്തുന്നവൻ റബ്ബ്. ഇതിന് തുല്യമായി ഇപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരത്തിൽ ജീവിച്ച ആ ആളുകൾ ദൈവത്തെ പരിചയപ്പെടുത്തിയ വാക്കിതായിരുന്നു. ഏത്? വേദക്കൂൺ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയുടെ തുടക്കം മുതൽ അതിന്റെ ഒടുക്കം വരെ അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനാവശ്യമായ എല്ലാം നൽകുന്ന ലോകത്തിന്റെ രക്ഷകൻ എന്നാണ്. അവിടെയാണ് മൂസാ നബിയുടെ മറുപടി എന്താ? ആകാശഭൂമികളെയും ശ്രദ്ധിക്കണം. ബാലേട്ടൻ ശ്രദ്ധിക്കണം, സുരേന്ദ്രൻ ശ്രദ്ധിക്കണം, കല്യാണമ്മ ശ്രദ്ധിക്കണം, ദേവദാസ് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ആകാശവും ഭൂമിയും അതിനെ സൃഷ്ടിക്കുകയും അതിനിടയിലുള്ളതിനെ സൃഷ്ടിക്കുകയും ചെയ്തവൻ അവനാണ് എന്റെ ദൈവം. കണ്ടോ? ഇങ്ങനെ പറയാൻ കഴിയോ ഒരു ഗുരുവായൂരപ്പ ഭക്തന്? പറയാൻ പറ്റുമോ? ശബരിമല ശാവനച്ചി ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാണ് എന്റെ റബ്ബ് എന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തുവിനെ ചൂണ്ടി അവനാണ് ലോകത്തിന്റെ രക്ഷകൻ എന്ന് പറയാൻ പറ്റുമോ? കാരണം യേശു ക്രിസ്തു കന്യാമറിയമിന്റെ പുത്രനായി ജനിക്കുമ്പോ ആകാശമുണ്ട് സഹോദര, ഭൂമിയുണ്ട്, സർവചരാചരങ്ങളുണ്ട്. ആരതിനെ സൃഷ്ടിച്ചു എന്ന ചോദ്യം വളരെ ചിന്തനീയമാണ്. കരുനാഗപ്പള്ളിയിലെ ഇൻസൈറ്റിൽ ബഹുമത സമ്മേളനം കഴിഞ്ഞ് പിരിയുമ്പോ ഹൈന്ദവ പണ്ഡിതനോട് പറഞ്ഞത്, പഠിക്കാൻ ഒരുപാടുണ്ടല്ലേ, ചിന്തിക്കാൻ ഒരുപാടുണ്ടല്ലേ, ദൈവത്തെ കണ്ടെത്തുന്നതിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടല്ലേ എന്നാണ്. മനസ്സിലാക്കണം എല്ലാവരും. അവരെല്ലാം ഒരുമിച്ച് കൂടി ഇന്നലെ
ഇന്നലെ അവർക്ക് മാത്രമായ ഒരു ക്ലാസ് നടന്നു. ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ കൊതിച്ചു വ്യഗ്രതപ്പെട്ട് 150ഓളം വരുന്ന ആളുകൾ കരുനാഗപ്പള്ളിയിൽ ഒരുമിച്ചുകൂടി. ജാതി മതഭേദമന്യേ. എന്താ കാരണം? ആർക്കും തടുത്തു നിർത്താനാകാത്ത മഹാവിജ്ഞാന പ്രവാഹമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിനെയാണ് ലോകത്തിന് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കാലഘട്ടത്തിന്റെ ഏതേത് വെല്ലുവിളികളെയും അതിജയിച്ചു മാനവരാശിയെ നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഉദാത്തമായ മൗലിക പ്രാധാന്യമുള്ള സ്നേഹനിർഭരമായ അലിവുള്ള പ്രബോധന സരണിയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സരണി. അതിന്റെ ഭാഗമാണ് ഇൻസൈറ്റ് എക്സിബിഷൻ. അല്ലാതെ നിർബന്ധ പരിവർത്തനത്തിന്റെ വേദിയായി ഇൻസൈറ്റിന് ആരും കാണുന്നില്ല. തുറന്ന പുസ്തകമായി ഈ പവലിയയിലൂടെ കടന്നുപോകുന്ന ഓരോ ചാർട്ടുകളിൽ ഓരോ അക്ഷരങ്ങൾ വായിച്ചെടുക്കുന്ന ഏതൊരു മനുഷ്യന്റെ മുമ്പിലും വൈജ്ഞാനികമായ ഒരു മഹാപ്രപഞ്ചം ഇത് തുറന്നു വെക്കുന്നുണ്ട്. അവന്റെ ചിന്താമണ്ഡലങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന, അവരെ ധന്യമാക്കുന്ന, അവരെ കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കുന്ന, അവന്റെ വിശ്വാസങ്ങളുടെ വൈകല്യങ്ങളെ തിരുത്തുന്ന, അവന്റെ ജീവിതത്തിന്റെ വൈകല്യങ്ങളെ തിരുത്തുന്ന, ധാർമ്മികതയുടെ പടകാഹളം മുഴക്കുന്ന ഒരു ലോകത്തേക്ക് മനുഷ്യരെ നയിക്കുന്നുണ്ട് ഇസ്ലാം വേദഗ്രന്ഥങ്ങളുടെ അകമ്പടികളോടെ. ഇതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുക, അന്ധവിശ്വാസങ്ങൾ ദൈവവിശ്വാസത്തിന്റെ പേരിൽ വളർന്നു വരുന്നു. വേദഗ്രന്ഥം അതൊക്കെ തിരുത്തുന്നു. യാ അഹ്ലൽ കിതാബ് എന്ന ഖുർആനിന്റെ വിളി, ഞങ്ങൾ വേദക്കാരാകുന്നു എന്ന് പറയുന്ന എല്ലാവരെയും, അല്ലയോ വേദക്കാരെ, നിങ്ങൾ എന്തുകൊണ്ട് വേദത്തെ അവലംബിക്കുന്നില്ല എന്ന ചോദ്യം അപാരമാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾ വേദക്കാരാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ ബൈബിളിന്റെ ആളാണ് എന്നൊക്കെ നിങ്ങൾ പറയും. എന്നിട്ട് നിങ്ങൾ അതിനെതിരായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നു. കുൽ ഹാസൂ ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ. അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ നിങ്ങളൊന്ന് തെളിവ് കൊണ്ടുവരൂ. ഖുർആനിലെ 2-ാം അധ്യായം 111-ാമത്തെ വചനം. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് വേദം പഠിച്ചാൽ എവിടെയും ബിംബാരാധന കാണാൻ കഴിയില്ല, എവിടെയും ഖബറാരാധന കാണാൻ കഴിയില്ല, എവിടെയും രൂപങ്ങളെ ആരാധിക്കുന്ന കാണാൻ കഴിയില്ല, എവിടെയും സൃഷ്ടികളെ ആരാധിക്കുന്ന കാണാൻ കഴിയില്ല. മറിച്ച് സൃഷ്ടാവിലേക്ക് ഇസ്ലാമിന്റെ ഒരു നോക്ക്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. വളരെ വ്യക്തമാണ്. എന്താ അവിടെ പറയുന്നത്? രാവകലുകളുടെ വ്യതിയാനങ്ങളിൽ, സൂര്യചന്ദ്രന്മാരുടെ നിർമ്മിതിയിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാർ في الليل وسخر الشمس والقمر كل يجري لأجل مسمى والذين تدعون من دونه ما يملكون من قطمير. വല്ലാത്തൊരു വാക്ക്. ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വാചകമാണ്. എന്ന് പ്രസംഗിക്കുന്ന വല്ല ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ വാചകമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നവൻ, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നവൻ. ഈ യോഗ്യത യേശുക്രിസ്തുവിന് എന്തെങ്കിലും വിചാരിച്ചോ? ഉണ്ടോ? പരിശോധിക്കേണ്ടതാണ്. കാരണം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര പോവുകയാണ്. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശുക്രിസ്തു കുരിശിലേറി എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? അതെ. അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? അതെ. പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ, നമുക്ക് ജനങ്ങളോട് സംവദിക്കാനുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ. വെള്ളിയാഴ്ചയാണല്ലേ കുരിശിലേറിയത്? ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ. ഞായറാഴ്ചയാണല്ലേ ഉയർത്തെഴുന്നേറ്റത്? അതെ. വെള്ളിയാഴ്ച കുരിശിലേറിയപ്പോ സമ്പൂർണ്ണ മരണം നടന്നുവോ? അതെ. ഞായറാഴ്ച വരെ അദ്ദേഹം മരിച്ചുവോ? അതെ. എന്തെങ്കിലും ഇല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, വെള്ളിയാഴ്ച കുരിശിലേറി ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ സഹോദര, വെള്ളി രാവിലേക്ക് പ്രവേശിച്ചു എന്നല്ലേ? അത് ശനിയായി എന്നല്ലേ? ശനി വീണ്ടും ചന്ദ്രമണം നടത്തി രാത്രിയും കിടന്ന് ഞായറാഴ്ചയിലേക്ക് വന്നു എന്നല്ലേ? എന്റെ ചോദ്യം, യേശുക്കുറിച്ച് കുരിശിലേറിയപ്പോൾ വെള്ളിയാഴ്ചയെ ശനിയാഴ്ചയിലേക്കും ശനിയാഴ്ച ഞായറാഴ്ചയിലേക്കും പ്രയാണം നടത്തി ാര് എന്ന ചോദ്യത്തിനൊരു മറുപടി തരാമോ? എന്റെ മുഖത്ത് കണ്ണു വെള്ളിയാഴ്ച യേശുക്കുറിച്ച് കുരിശിലേറി ഞായറാഴ്ച സൂര്യന്റെ ചലനത്തിലോ ചന്ദ്രന്റെ ചലനത്തിലോ യാതൊരു ഇടപെടാൻ സാധ്യതയുമില്ല എന്നത് കൊണ്ട് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് എറണാകുളം എത്തി. ആലുവ ടു എറണാകുളം വരെയുള്ള വളരെ ചുരുങ്ങിയ സമയത്തെ ചർച്ച ചെയ്യാം. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനി ഇറങ്ങിയല്ലേ, ഇറങ്ങിക്കോളൂ, എനിക്ക് കയറിയിട്ടുണ്ട്. എന്ത് കയറിയിട്ടുണ്ട്? എനിക്കിത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കോളൂ, എനിക്ക് കയറിയിട്ടുണ്ട്. മനസ്സിലായോ? ഇത് വളരെ പ്രധാനമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, പിന്നെ സായിബാബ മരിച്ചു.
സ്വാഭാവികമാണ്. ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ ഇവിടെ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോളൂ. പെട്ടെന്ന് തന്നെ വിജയം മരിച്ച പോലെ ഒരു വാക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ ഞാൻ മറിഞ്ഞു വീണ് മരിച്ചാൽ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കും. ഷുവർ, എല്ലാവരും സംഭവിച്ചു. ഞാനൊരു കാർ ഓടിച്ചു വരവേ എനിക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടായി. സ്റ്റിയറിംഗിലേക്ക് ഞാൻ മറിഞ്ഞു വീണാൽ സ്വാഭാവികം ഒരു 10 മീറ്ററോളം ആ കാർ പോയേക്കാം. ഒരു കടത്തുള്ളിലോ ഓച്ചാലിലോ ഗട്ടറിലേക്കോ മറിഞ്ഞ് അവിടെ ആ കാറിന്റെ ഓട്ടം അവസാനിക്കുന്ന ഉറപ്പാണത്, എല്ലാവർക്കും അറിയാം. എന്നാൽ സായിബാബ മരിച്ചപ്പോ സൂര്യൻ നിശ്ചലമായോ, ചന്ദ്രൻ നിന്നുപോയോ, ഏതെങ്കിലും ഒരു പ്രതിഭാസം ഇല്ലാതായോ? ഇല്ലെങ്കിൽ ബുദ്ധി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി സായിബാബക്ക് സ്വന്തം കാര്യത്തിൽ പോലും ഒരു പങ്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ല. മരിച്ചതോ മാരകമായ ആന്തരിക അവയവങ്ങളുടെ ഡൈമേജിംഗ് നടന്നുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. നിങ്ങൾക്കറിയോ, 130 ഗ്രാം ഭാരമുള്ള കിഡ്നി സമ്പൂർണമായി അദ്ദേഹത്തിന് കേടുവന്നു. ശ്വാസകോശം പൂർണ്ണമായി നശിച്ചു. അനാട്ടമി പഠിച്ചവർക്കറിയാം. അദ്ദേഹം മറഞ്ഞു വീണതിന് ശേഷമാണ് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്ത്. അവിടുന്ന് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു ആന്തരിക അവയവം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നു, വളരെ കൃത്യമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയുന്നതിന്റെ 10 ദിവസം മുമ്പ് അദ്ദേഹം ശാരീരികമായി മരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ വെറുതെ പറയല്ല, ടോട്ടൽ മരണം, പൂർണ്ണമായ മരണം. പക്ഷെ ഔട്ട് ചെയ്തില്ല എന്ന് മാത്രം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, സ്വന്തം ശരീരത്തിലെ കിഡ്നി വീക്കായതുപോലും അറിയാത്ത ഒരാള് ലോകത്തെ അറിയാം, ലോകത്തെ നിയന്ത്രിക്കും എന്ന് വിശ്വസിക്കുന്നതിന്റെ മടയത്വത്തിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന പടച്ചോല്ലി. അത് മനസ്സിലാക്കാൻ ഞാൻ ചരിത്രത്തിലൊരു സംഭവം പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചെന്നൊരു പ്രസംഗം നടന്നു. അപാരമാണ്. ഇസ്ലാമിനെ അത് കഴിയൂ. സായിബാബ മരിച്ചെന്ന് പുട്ടുപ്രത്തിയിൽ ഒരു സ്വാമിജി എഴുന്നേറ്റെന്ന് എങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ സായിബാബയാണ് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ കതുമാക്ക, അദ്ദേഹം മരിച്ചു, ലോകത്തിന്റെ നാഥനെയാണെങ്കിൽ ഹയ്യുല്ലാ യമൂത്ത് എന്ന് പറയാൻ ഒരു സ്വാമിജിക്ക് കഴിഞ്ഞോ? ഇല്ല. സ്വാമിജി മിക്കവാറും പറയലെന്താ, നമ്മൾ തന്നെയാ പടച്ചോന്ന. ഈ ഒരു അഹങ്കാരം, അതൊരു വല്ലാത്തൊരു വൈജ്ഞാനികത ഇല്ലായ്മ തന്നെയാണ്. ജ്ഞാനത്തിന്റെ കുറവാണത്. ഞാൻ തന്നെയാണ് പടച്ചോൻ അറിയുന്ന ഒരു വലിയ തോന്നിയാസുണ്ടല്ലോ ലോകത്തിറക്കണേ. ഞാൻ പച്ചയായി എതിർക്കും, എല്ലാ ക്ഷേത്രത്തിലും എതിർത്തുണ്ട്. ഞാൻ തന്നെയാ പടച്ചോൻ, ഞാൻ തന്നെയാ പടച്ചോൻ, സ്നേഹമാണ് പടച്ചോൻ, കാരുണ്യമാണ്. കേൾക്കാൻ നല്ല കാര്യം അല്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വരളാകുന്നു ആന, തുമ്പിക്കൈ ചൂണ്ടിയിട്ടോ വരലാകുന്നു ആന, ഒലക്കയാകുന്നു ആന, പാറ പോലെയാണ് ആന എന്ന് പറഞ്ഞാൽ ആന പൂർണ്ണായോ? പടച്ചോന്റെ ഒരു സിഫത്തല്ല പടച്ചോൻ. അതെല്ലാവരും മനസ്സിലാക്കണം. പടച്ചോൻ കാരുണ്യവാനാണ്. പക്ഷെ കരുണയാണ് പടച്ചോൻ എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ദയാലുവാണ്. വളരെ വ്യക്തമാണത്. അല്ലാതെ ദയ സമം ദൈവം അങ്ങനെയല്ല. അതൊക്കെ ഒരു സുഖമുള്ള വാക്കെന്ന് മാത്രം. അതിനൊന്നും ഒരർത്ഥമില്ല, അതിനൊന്നും ഒരു വിജ്ഞാനവുമില്ല, അതൊന്നും ഒരു ആഴമേറിയ പഠനവുമല്ല, ചർച്ചയില്ല. ഉറപ്പാണത്. പടച്ചോനെ പറ്റി മാത്രമല്ല, ഈ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയുമ്പോ ഞാൻ തന്നെ ദൈവം നീയും ദൈവം എന്ന് പറയുമ്പോ അവിടെ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കലാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇവിടെയുള്ള മനുഷ്യർ തന്നെയാണ് ദൈവം, എല്ലാവരും ഞാനും ദൈവം നീയും ദൈവം. അപ്പൊ നമ്മുടെ ബീവറേജ് കോർപ്പറേഷൻ മുമ്പിൽ നോക്കുക, കുറെ പടച്ചോമാര് ക്യൂ നിൽക്കുന്നു, കുറെ ദൈവം പേട്ട വെള്ളം കുടിക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഒരു ബുദ്ധിയും കഥയില്ലാതെ. എന്നിട്ട് അതിനെയും പടച്ചോന്ന് വിളിക്കണം. ഒരു ബുദ്ധിയും കഥയില്ലാതെ. കല്ലിന്റെ ദുരന്തം പറയാത്തവരുണ്ടാരെങ്കിലും നിൽക്കുമോ പേട്ട വെള്ളത്തിന് മുമ്പിൽ? എന്നിട്ട് പറയണത് അഹം ബ്രഹ്മാസ്മി തത്വമസി, നീയും ദൈവം ഞാനും ദൈവം, കള്ളുകുടിയനായ ദൈവം, പെണ്ണുപിടിയനായ ദൈവം, വേശിയായ ദൈവം. ദൈവത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് അവൻ പരമപരിശുദ്ധനാണ്. പരമപരിശുദ്ധനായ ദൈവത്തെ വൃത്തികേടുകൾ ചെയ്യാൻ സാധ്യതയുള്ള മനുഷ്യനോട് താഴ്ത്തിക്കെട്ടുക എന്നത് വിജ്ഞാനമല്ല, അജ്ഞതയാണ്, വിവരക്കേട്. അത് ലോകം തിരിച്ചറിയണം, അത് ലോകത്തെ തിരിച്ചറിയിക്കണം. പിന്നെ ആരാ ദൈവം? തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിം പതിന പരമം പരസ്താത് വിധാമദേവം ഭുവനേശ്വമേദ്യം. കണ്ടോ? ക്ഷേത്രോപനിഷത്തിലുള്ളതാൻ അവിടെ പറയുന്നറിയോ? നിങ്ങൾ ആരാധിക്കുന്ന സകല ആരാധന്മാരുടെയും ആരാധ്യനായ, പരമാരാധ്യനായ, സകല പതികളുടെയും പതിയായ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ സാക്ഷാൽ ദൈവം. അംഗീകരിക്കാൻ കഴിയോ? ഗ്രാമത്തിന്റെ, പഞ്ചായത്തിന്റെ, ജില്ലയുടെ, സ്റ്റേറ്റിന്റെ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്ക്, ലോകരുടെ സൃഷ്ടാവിലേക്ക്. ഇപ്പൊ ഖുർആനിൽ സൂറത്ത് ഫാത്തിഹയുടെ 2ാമത്തെ വചനം തന്നെ എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സർവസ്തുതികളും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നാണ്. സർവലോക രക്ഷിതാവായ അള്ളാഹുവാകുന്നു, സർവലോകങ്ങളുടെയും ദൈവം. നബി അലൈഹി ഇസ്ലാം നൽകുന്ന രണ്ടാമത്തെ മറുപടി എന്താ? റബ്ബുസ്സമാവാതി വൽ വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിക്കുകയും അതിന്റെ ജനിതക കോഡുകളിൽ അതിനാവശ്യമായ മാർഗദർശനത്തെ സന്നിവേശിപ്പിച്ച് ആ പ്രോഗ്രാമിനെ ക്രോഡീകരിച്ചവനല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹീൽ മത്സ്യങ്ങൾ. സർഗാസോ കടലിൽ വന്ന് മുട്ടയിട്ട് ആ അമ്മ അവിടെ തന്നെ ചത്തുപോവുകയാണ്. പിന്നെ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി 8 മാസമോ 9 മാസമോ കഴിഞ്ഞ് അമ്മ പുറപ്പെട്ട അതേ ദിക്കിലേക്ക് ആരാണ് ഈ ജീവവർഗത്തിന് മാർഗദർശനം നൽകിയത്? അവിടെയാണ് ഞങ്ങൾ പറയുന്നത് അത് മുഹമ്മദ് നബിയല്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞത്? ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ ഖദ് മാത, അദ്ദേഹം മരിച്ചിരിക്കുന്നു, അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അല്ല, അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത സൃഷ്ടാവിനെ, എല്ലാം നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാനെ, ലോകത്തിന്റെ അധിപനായ നാഥനെ, ആ ആരാധിക്കാനാണ് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, മാനവരാശിയെ പഠിപ്പിക്കുന്ന അതാണ്. അപ്പൊ ലോകത്തിന്റെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം. അമ്പിയാക്കൾ ആരാധിക്കപ്പെട്ടുകൂടാ, ഔലിയാക്കൾ ആരാധിക്കപ്പെട്ടുകൂടാ. വളരെ പ്രധാനമായ ചിന്തിക്കേണ്ട ഒരു വിഷയത്തെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അത്ഭുതങ്ങൾ കാണിക്കലാണല്ലോ ആളുകൾ ദൈവാക്കാനുള്ള ഒരു കാരണം. തങ്ങന്മാരിലേക്കും ബീവിമാരിലേക്കും ആളുകൾ എത്താനുള്ള കാരണം എന്താ? അതിലൊരു പ്രധാന പോയിന്റാണ് ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. കെ പരമേശ്വരൻ പിള്ളയാണ് ഹിന്ദുധർമ്മ പരിചയം എന്ന ഗ്രന്ഥം എഴുതുന്നത്. കെ പരമേശ്വരൻ പിള്ള രചിച്ച ഹിന്ദുധർമ്മ പരിചയം എന്ന ഗ്രന്ഥത്തിന്റെ 148 പേജ് 21 അധ്യായം. അദ്ദേഹത്തിന്റെ പേര് ഒന്നോ പലതോ എന്നാണ്. അതിന്റെ 3ാമത്തെ പാരഗ്രാഫ് അതിൽ പറയാണ്, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. സ്വന്തമായി കഴിവില്ല. ശരിക്കും ആലോചിക്കണം എല്ലാവരും, ഇതൊരു പഠനമാണ്. സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും, അഥവാ നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദേവിക്ക്, ഏതെങ്കിലും ഒരു ദേവന് ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും സാക്ഷാൽ അല്ലാഹു കഴിവ് കൊടുക്കണമെന്ന മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമായിരുന്നു. കേരളത്തിലെ മുസ്ലിമീങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം ഇത് തന്നെയാണ്. എന്ത്? മൊയ്തീൻ ഷേഖ് റബ്ബല്ല, മൊയ്തീൻ ഷേഖിന് അള്ള കൊടുത്ത കഴിവുകൊണ്ട്. അവിടെയാണ് ഇവരെല്ലാവരും പറയുന്ന ദൈവത്തിൽ നിന്നാണ് ഈ കഴിവ് കിട്ടുന്നത്. എങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചാൽ പോരെ? അവൻ പറഞ്ഞതല്ല, നിങ്ങൾ എന്നെ ആരാധിക്കൂ, എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ എന്റെ മുമ്പിൽ സമർപ്പിക്കൂ എന്നാണ് വേദത്തിലുടനീളമുള്ളത്. അത് പഠിക്കാനാണ് ആളുകൾ സന്നദ്ധമാകേണ്ടത്. അവിടെയാണ് വിജയം. ഓക്കെ, തമേകം ശരണ്യം തുമേകം വരണ്യം തുമേകം ജഗത് കാരണം വിശ്വരൂപം. വല്ലാത്തൊരു വാക്കാണ്. എന്റെ പ്രാർത്ഥനകൾ അകലവും ഏകനായ ദൈവമേ നിന്നോടാണ്, എന്റെ ബലിദാനങ്ങൾ എല്ലാം നിന്നോടാണ്. നീ ആരാണ്? ലോകത്തിന്റെ സൃഷ്ടാവൻ, ലോകത്തിന്റെ രക്ഷിതാവാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ആ പ്രപഞ്ചത്തിന്റെ നാഥനെ ഹിരണ്യ ഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യജാത പതിരേക ആസി സഥാധാര പൃഥിവിയും വ്യാമുദേവായ കശ്മയുദേവായ ഹവിഷാഭിദേമാം. ഋഗ്വേദം 10ാം മണ്ഡലം 121 സൂക്തം 1ാമത്തെ ദിക്കിൽ പറയുന്നതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടാവ്. ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവിലേക്കുള്ള ക്ഷണം അവിടെയാണ്. അത്ഭുതങ്ങൾ കാണിക്കലാണല്ലോ പലരെയും ദൈവാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം. അവിടെ വളരെ പ്രധാനമായ അറിയുക ഒരു പോയിന്റ്. ഇപ്പോ ആകാശാരോഹണം ഒരു അത്ഭുതമല്ലേ? ഇപ്പൊ 2 മാസം വഴി ദൂരമുള്ള അങ്ങോട്ടൊരു മാസം, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മാസം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവാചകന്റെ യാത്ര, അവിടെ നിന്ന് ആകാശങ്ങൾ കയറിയുള്ള യാത്ര, ഇത് മാനചരിത്രത്തിലൊരു മഹാത്ഭുതമാണ്. ആ വ്യക്തി ഒരു ഹൈന്ദവ സമൂഹത്തിലോ മറ്റു പല സമൂഹത്തിലോ അദ്ദേഹത്തെ ആരാധിച്ചു കഴിയുമായിരുന്ന ആളുകൾ. കാരണം മനുഷ്യൻ അസാധ്യമായ ഒരു കാര്യം, ഒരു മുഅ്ജിസത്താണ്. അദ്ദേഹം ആകാശങ്ങൾ കടന്നു പോവുകയാണ്. ഈ ആകാശങ്ങൾ കടന്നുപോയ ഒരു വ്യക്തിക്ക് അപാരമായ മഹത്വം കൽപ്പിക്കാനുള്ള സാധ്യത ലോകത്തുണ്ട്. അതുകൊണ്ടത് പരാമർശിക്കുന്നിടത്ത് പോലുള്ള ഖുർആന്റെ പ്രത്യേകത. ഇതൊരു അത്ഭുത ഈ വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ പ്രത്യേകത? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇങ്ങനെയൊക്കെ പോയത്. അതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന്
മനുഷ്യന് വല്ല അപ്രമാദിത്വവും കൽപ്പിച്ച് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ മെനക്കെടുന്നുവെങ്കിൽ അറിയുക മുഹമ്മദിന്റെ അടിമ മാത്രമാകുന്നു. ഖുർആൻ തുടങ്ങുന്നതിന് എങ്ങനെയാ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സമസ്തക്കാരായ ആളുകളോട് ഞാൻ നേർക്ക് നേരെ സംവദിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്ത്, ആ വാചകം ഓർത്ത്. എന്താ അവർ പറഞ്ഞത്? 7 ആകാശം യാത്ര നടത്തി, റസൂലുള്ള യാത്രയാനം നടത്തി, അവിടുന്ന് ആകാശാരോഹണം നടത്തി. അവിടെ നിങ്ങൾ ചിന്തിക്കുക, പ്രവാചകനിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ഒരു രംഗത്ത് അന്ന് എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി എത്ര ആകാശം കിടന്നാലും അത് മുഹമ്മദിന്റെ പവറല്ല. സുബ്ഹാനല്ലദീ, അവൻ എത്ര പരിശുദ്ധൻ. ആരെ? മുഹമ്മദ് നബി എത്ര പരിശുദ്ധൻ? അല്ലാഹ് എത്ര പരിശുദ്ധൻ. ഈ അടിമയെ കാബത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ച അല്ലാഹ്ക്ക് എത്ര അനുഗ്രഹീതൻ. അവനെത്ര പരിശുദ്ധനോ. മഹത്വങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക്. നേരെ മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലോ മഹത്വം മുഴുവനും റസൂലിലേക്ക്. അവിടെ വളരെ കൃത്യമായി പറഞ്ഞു, ഇതിന്റെ അടിമയാണ്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഞാൻ തന്നെയാണ് ഉടമ, ഞാനാണ് ആരാധിക്കപ്പെടേണ്ടവൻ എന്ന് വളരെ തീർത്തു പറഞ്ഞു. ഇത് ഖുർആനിന്റെ ഹൃദയതയാണ്. മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപാരമായ പോയിന്റാണ്. ചിന്തിച്ചിട്ട് എനിക്കൊരിക്കലും അറ്റം കിട്ടാത്ത പോയിന്റ്. അപാരമാണത്, ആശ്ചര്യമാണ്. ഇസ്ലാം ഒരു അത്ഭുതമാണ്. ഇനിയോ ഖുർആൻ എന്ന മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, അത്ഭുതങ്ങളുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ പറ്റി പരാമർശിച്ചിടത്തും ഖുർആൻ പറഞ്ഞ എന്താ? ഖുർആനിന്റെ ഓരോ അത്ഭുതം ഓരോ ദിനം തെളിയുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. സ്കിന്ന് തൊലി. സലാഹുദ്ദീൻ ചുഴലിക്ക് അഗ്നിബാധയേറ്റപ്പോ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ് ആദ്യം. വേണേ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ചോദ്യം ഒരു ക്രൂരതയാണ്. അല്ല, എന്താ? അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്കിന്നിന്റെ ലെയറില്ലേ, അത് മാത്രമാണ് കത്തിയത് പോയത്. അത് ആഴമേറിയ വിധത്തിൽ കത്തിപ്പോയി. പക്ഷേ സ്കിന്നിലാണ് വേദനാക്ഷമ ദിശങ്ങളുള്ളത്. അത് നശിച്ചിട്ടില്ല. അതായത് നല്ലൊരു അഗ്നിബാധയേറ്റപ്പോ പിന്നെ ഡോക്ടർമാർ എന്താ ചെയ്യാന്നറിയോ? ഡോക്ടർമാരെ സൂചി കൊണ്ട് കുത്തിയൊക്കെ ചെയ്യുക. നമ്മൾ വിചാരിക്കും എന്തൊരു ദുഷ്ടനാണ് ഇയാള്, തീപ്പൊള്ളിന്റെ മേലെ സൂചി കൊണ്ട് കുത്തിയേ എന്ന്. സത്യത്തിൽ ഡോക്ടർ എന്തിനാ കുത്തിവെക്കുന്നറിയോ? കുത്തുമ്പോ രോഗിക്ക് വല്ലാതെ വേദന ഉണ്ടെങ്കിൽ ഡോക്ടർ അൽഹംദുലില്ലാ അറിയും. എന്താ സൂചി കൊണ്ട് കുത്തിയതിന്റെ പേരില? അല്ല, വേദനാക്ഷമതയുള്ള കോശങ്ങൾ നശിച്ചിട്ടില്ല എന്ന സന്തോഷം, ഡോക്ടറുടെ ചികിത്സ ഫലിക്കാൻ പോകുന്നു എന്ന സന്തോഷം അപാരമാണ്. ഇത് പറയുന്ന ഖുർആനിക വചനം ഏതാ? ഖുർആൻ പറയുന്നത് എന്തറിയോ? ആഴമേറി മുറിവേറ്റ വേദന ഉണ്ടാവില്ല, സ്കിന്നിലാണ് വേദന. അത് പറയുന്നത് ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 56-ാമത്തെ വചനമാണ്. എന്താ അവിടെ? അവിടെ അല്ലാഹു പറയും, ബദ്ദൽനാഹു ജുലൂദൻ ഗൈറഹാ. നിങ്ങൾക്ക് അല്ലാഹു തൊലി ഇങ്ങനെ മാറ്റി മാറ്റി തരും. ഒരു തൊലിയായിട്ട് കത്തി തീരുമ്പോൾ അടുത്ത തൊലി. ലിയദൂഖുൽ അദാബ്, വേദന ആസ്വദിക്കാൻ വേണ്ടി. ഈ ഒരൊറ്റ ഖുർആനിക വചനമാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഇസ്ലാം സ്വീകരിക്കാൻ കാരണം ഈ സ്കിന്നിലെ സംവേദനക്ഷമത ഇതാണ് വേദനിക്കാനുള്ള കാരണം എന്ന് 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞു, ഈ ഖുർആൻ എങ്ങാനും മുഹമ്മദ് നബിയുടെ രചനയാണെന്ന് കരുതി മുഹമ്മദ് നബിക്ക് അപ്രമാദിത്വം കൽപ്പിക്കുന്ന ഒരു ജനത വന്നേക്കാം എന്നറിയാവുന്ന റബ്ബ് അത് പറയുന്നിടത്ത് പരാമർശിച്ച പരാമർശം എന്താ അറിയോ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. എന്റെ അടിമക്ക് ഈ കിതാബ് അവതരിപ്പിച്ച അല്ലാഹ്, അവനെത്ര സ്തുതി. മനസ്സിലാക്കണം. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. അവിടെ ഈ സൂറത്ത് ബഖറ മറ്റൊരു 18-ാം അധ്യായം 1-ാമത്തെ വചനം, 17-ാം അധ്യായം 1-ാമത്തെ വചനം, 18-ാം അധ്യായം 1-ാമത്തെ വചനം, 2-ാം അധ്യായം 23-ാമത്തെ വചനം. അവിടെയൊക്കെ അടിമ അടിമ അടിമ. ഒരിക്കൽ പോലും ഒരാളും പ്രവാചകൻ അപ്രമാദിത്വം കൽപ്പിച്ച് ആരാധനയുടെ എന്തെങ്കിലും വകുപ്പ് പ്രവാചകനിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ അത്രേ. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? വഖൂലു അബ്ദുല്ലാഹി വറസൂലു. ഒന്നാമതായി ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, പിന്നെ ഞാൻ അല്ലാഹുവിന്റെ റസൂലാ. ഇതാ വളരെ പ്രധാനം. ഈ പോയിന്റാണ് തൗഹീദിന്റെ മർമ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. രവിശങ്കർ, ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാര്യനായ രവിശങ്കർ, അദ്ദേഹം പിന്നെ ഇസ്ലാമും ആധ്യാത്മികതയും കമ്മ്യൂണിസവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുസ്തകം, ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ചാപ്റ്ററും ഭാഗമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം. ജോൺ പ്രിട്ടാസ്, കേരളയിലെ ജോൺ പ്രിട്ടാസ് ബാംഗ്ലൂരിൽ വെച്ചിട്ടുള്ള ഇന്റർവ്യൂവിൽ രവിശങ്കറിനോട് ചോദിച്ചു, അങ്ങ് സായിബാബയെപ്പോലെ അമ്മയെപ്പോലെ ദൈവമായി വാഴ്ത്തപ്പെട്ടാൽ അങ്ങയുടെ മറുപടി എന്തായിരിക്കും, പ്രതികരണം എന്തായിരിക്കും? അതിന് അദ്ദേഹത്തിന്റെ മറുപടി തന്നെ കേൾക്കേണ്ടേ നിങ്ങൾക്ക്? അദ്ദേഹം പറയുന്ന വാചകം തന്നെ,
ദൈവം ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാ ദൈവം. അത്ര വലിയ അഹങ്കാരം. അള്ളാന്റെ വായു ശ്വസിച്ച്, അള്ളാന്റെ വെള്ളം കുടിച്ച്, അള്ള കൊടുത്ത കണ്ണുകൊണ്ട് കണ്ട്, അള്ള നൽകിയ കാതുകൊണ്ട് കേട്ട് പടച്ച തമ്പുരാൻ ഞാൻ തന്നെയാകുന്നു എന്ന് പറയാം. നേരെ മറിച്ച് മുഹമ്മദ് നബിയെ വേറിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു സമൂഹത്തെയും ചൂഷണം ചെയ്യാത്ത നേതാവാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഒരു അത്ഭുതം കേട്ടോളൂ, അത്ഭുതത്തോടുകൂടി ചിന്തിച്ചോളൂ, നാളിതുവരെ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചിട്ട് അന്ന് തന്നെ സൂര്യഗ്രഹണമുണ്ടായി. എല്ലാവരും ചിന്തിക്കണം, സൂര്യഗ്രഹണം യാദർശികമായി. അപ്പൊ അവിടെയുള്ള പ്രവാചകന്റെ അനുയായികളിൽ ചില ആളുകൾ എന്ത് പറഞ്ഞു? മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചുകൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. വീണത് വിദ്യാക്കുന്ന തങ്ങന്മാരും ബീവിമാരും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പ്രവാചകനെങ്ങാനും ആ ഒരു അവസരം മുതലെടുത്ത് അതൊന്ന് മുതലാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പ്രവാചകൻ എന്താ പറയാ? എല്ലാവരും കേട്ടോളൂ കേട്ടോ, ശേഷമുള്ള അത്ഭുതം കൂടെ കേട്ടോളി. അതെന്താ? പ്രവാചകന്റെ മകൻ മരിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായിരുന്നാണല്ലോ. നബിക്ക് പറയാ, അതെ അത് തന്നെ, ഞാനൊക്കെ വലിയ തങ്ങളാ, എന്റെ മോന്റെ മരണം തന്നെ സൂര്യഗ്രഹണം ഉണ്ടായി, പിന്നെ ഞാൻ മരിച്ചാൽ അവസ്ഥ എന്താ നിങ്ങൾ വിചാരിച്ചേ എന്ന് പറഞ്ഞ് അതൊരു ചൂഷണോപാധിയാക്കി പ്രവാചകന് മാറ്റാമായിരുന്നു. പക്ഷേ പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകനായതുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച പ്രവാചകനായതുകൊണ്ട്, ശിർക്കിന്റെ നേരിയ വ്യതിയാനങ്ങളെ മുളയിലെ നുള്ളിയ പ്രവാചകനായതുകൊണ്ട്, പ്രവാചകൻ മകൻ മരിച്ചതല്ലേ. പലപ്പോഴും ആളുകൾ രണ്ട് രംഗത്താണ് പതറിപ്പോകല്. ഒന്ന് കല്യാണ ദിവസം, മറ്റൊന്ന് മരണ വീട്. പക്ഷെ പ്രവാചകൻ ഓടി മിമ്പറിൽ കയറി ഒരൊറ്റ വിളിയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന ശംസ വൽ ഖമറ, തീർച്ചയായും സൂര്യനും ചന്ദ്രനും അത് ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. ഒരാളുടെ മരണമോ ഒരാളുടെ ജീവിതമോ ജനനമോ അതിനെ ബാധിക്കുകയില്ല എന്ന് മുളയിലേ നുള്ളി. നിങ്ങൾ നേരെ തിരിച്ചൊന്നിരിച്ചോളൂ. അത് പോയെന്താണ് എല്ലാവരും നോട്ട് ചെയ്യുക. പ്രവാചകനെങ്ങാനും എന്റെ മകൻ മരിച്ചത് സൂര്യഗ്രഹണമുണ്ടായത് എന്റെ മകന്റെ മരണം കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കാന്തപുരം അൽഹംദുലില്ലാഹ് 10,000 അവിടെ പറയുമായിരുന്നു. എന്താ? ആ ടീമപ്പെട്ട ഏതെങ്കിലും ഒരു തങ്ങള് ഒരു സൂര്യഗ്രഹണ ദിവസം യാദർശികമായി മരിച്ചാൽ വീണത് മൊയ്ലിയാരെ വിദ്യയാക്കി കളയുമായിരുന്നു. മുല്യാർക്കെല്ലാം വ്യവസായമാണ്. ഞാനിത് പറയുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അതിന്റെ കവാടം പ്രവാചകൻ കൊട്ടിയടച്ചു കളഞ്ഞു. നേരെ മറിച്ച് പ്രവാചകനെങ്ങാനും എന്റെ മകന്റെ മരണമാണ് സൂര്യഗ്രഹണത്തിന്റെ കാരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലോകം അവസാനിക്കുന്നവരെ പുരോഹിതന്മാർ കച്ചവടത്തിന്റെ നല്ലൊരു ചേൻസാക്കി അത് മാറ്റുമായിരുന്നു. പ്രവാചകൻ തിരുത്തി. അഥവാ അന്ധവിശ്വാസങ്ങളിലേക്കുള്ള ഏതൊരു പ്രവേശന കവാടത്തെയും ആ സ്പോട്ടിൽ വെച്ച് നുള്ളിക്കളഞ്ഞത് പ്രവാചകന്റെ പ്രത്യേകതയായി ലോകം അറിയേണ്ടതുണ്ട്. രണ്ടാമത്തത് ഒരു കല്യാണ വീടാണ്. ആ കല്യാണ വീട്ടിലേക്ക് പ്രവാചകൻ കയറി വരികയാണ്. പ്രവാചകനെ കണ്ടപ്പോൾ ഒരു വിരിയിട്ട് കൊടുത്തു. അവിടെ കുട്ടികൾ പാട്ട് പാടിയിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ പാട്ടെന്താ? മുസ്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാ. വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യമറിയുന്ന ആളാണ് ഈ പ്രവാചകൻ. സത്യത്തിൽ എന്താ വേണ്ടത്? കാലത്തെ പോലെയാണെങ്കിൽ ശരിയാണ്, ഒക്കെ റെഡിയാണ്, പാടിക്കോളൂ, അത് തന്നെ പാടിക്കോളൂ, ഞാൻ നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് എന്നാണല്ലോ പ്രവാചകൻ പറയേണ്ടത്. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? പ്രവാചകൻ പറഞ്ഞു, മേലിൽ ഇനി അത് പാടാൻ പാടില്ല. എന്താ നിങ്ങൾ പാടിയത്? നാളെയുടെ കാരണമുള്ളൊരു ക്വാളിറ്റി എനിക്കില്ല, അത് അല്ലാഹ് മാത്രം അറിയാവുന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചെങ്കിലും മരിക്കുക, നാളെന്താ സംഭവിക്കുക, അത് ലോകത്തൊരാൾക്കും പറയാനാവില്ല. അതുകൊണ്ടാ പ്രവാചക തിരുമേനി പറഞ്ഞത് അതൊരിക്കലും പാടരുത്, ഭാവി അറിയുന്നവൻ ഞാനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞില്ല. അപ്പൊ ജ്യോത്സ്യന്മാരും കൈനോട്ടക്കാരും ഒക്കെ മനുഷ്യരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നവരാണ്. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയും. കോഴിക്കോട് ഒഫീഷ്യൽ ബാൻഡിലൂടെ വളരെ ചെറുപ്പത്തിൽ നടന്നു പോകുമ്പോ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞു, നല്ല മുഖലക്ഷണമുണ്ട്, ഞാൻ കൈനോക്കി തരാറ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റായി മറുപടി പറഞ്ഞാൽ എന്റെ കൈ നീട്ടി തരുവാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എന്താന്ന് ചോദിച്ചു. ഇന്ന് നിങ്ങളിപ്പോ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് വൈകുന്നേരം 5 മണി വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യല്ലോ. അതെ, ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ എത്ര ആള് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടും എന്നുള്ള കാര്യം, ആ ഭാവി, ഇന്നത്തെ ഒരു ദിവസത്തെ ഭാവി നിങ്ങൾ പ്രവചിച്ച എന്റെ കൈ നീട്ടി ഞാൻ തരും. അതെന്റെ കണ്ണിലേക്ക് നോക്കി. എന്ത്? അന്ന് അയാളുടെ മുമ്പിൽ എത്ര ആള് വരും
ആ ഭാവി പോലും ഇല്ല, ആ ഭാവി പോലും അയാൾക്കറിയില്ല. ഇതെല്ലാവരും മനസ്സിലാക്കണം. മാത്രമല്ല മിക്ക കൈനോട്ടക്കാരും ആദ്യം കൈ നോക്കിയിട്ട് ഉടനെ പറയുന്നറിയോ, അത് നിങ്ങളുടെ അമ്മയുടെ പേര് 3 അക്ഷരാണ്. ഇവൻ ഞെട്ടിപ്പോയി, അന്റെ അമ്മന്റെ പേര് 3 അക്ഷരാണ് എന്ന് പറയുന്നത് നമ്മൾ ശരിയാണല്ലോ. ആമിനാന്നല്ലേ എന്റെ ഉമ്മാന്റെ പേര്. പടച്ചോനെ, ഇതെന്തൊരു കറക്റ്റാണ്. എന്നാ പൊട്ടന്മാരെ, വിഡ്ഢികളെ, ലോകത്ത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും 1 കോടി സ്ത്രീ ഉണ്ടെങ്കിൽ അതിൽ 1-2 സ്ത്രീകൾ വെച്ച് ബാക്കി എല്ലാവരുടെ പേര് 3 അക്ഷരമായിരിക്കും. സുമതി, കല്യാണി, ശാരദ, ആമിന, ആയിഷ, എലിയമ്മ, സാറാമ്മ ഒക്കെ 3 അക്ഷര. ലോകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ പേര് 3 അക്ഷര. ഇതറിയാവുന്ന ഈ വഞ്ചകൻ നമ്മളോട് പറയണേ അന്റെ അമ്മാന്റെ പേര് 3 അക്ഷര. ഞെട്ടിപ്പോയി. എല്ലാ പെണ്ണുങ്ങളുടെ പേര് അധികവും 3 അക്ഷര. അത് കേൾക്കുമ്പോ തിരിച്ചങ്ങോട്ട് അന്റെ അമ്മന്റെ പേര് 3 അക്ഷര. ഇനി എന്റെ കൈ ഇങ്ങോട്ട് നീട്ടുകറിയാ. മനസ്സിലായോ? ഈ അന്ധവിശ്വാസങ്ങളാണ് ലോകത്ത്. തൗഹീദ് വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രഭ എന്തറിയും? ഒരാൾക്ക് ഒരാളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. കാരണം അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫുദുൽ ജദ്ദു മിൻ അൽ ജദ്. അല്ലാഹ് തടഞ്ഞത് നൽകാൻ, അല്ലാഹ് നൽകിയത് തടയാൻ ലോകത്തിലെ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുന്ന വെറുതെ കൊണ്ട് കൈ നോക്കി പറഞ്ഞിട്ട് വെറുതെ ടെൻഷൻ അടിക്കണം. 2 കൊല്ലം വെറുതെ നമ്പരെ ആളുകൾ ശരിക്കും ആലോചിക്കേണ്ട പോയിന്റാണ്. ഇനി ഈ അടുത്ത കാലത്ത് വളരെ ശക്തമായി പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ആസ്ട്രോണമി വിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഞാനൊരു യാത്രയിൽ ബസ്സിന് കേട്ട് പഠിച്ച 2 വരി അതിന് പൊള്ളത്തരം പറയാനാണ് ഞങ്ങളോട് പറയുന്നത്. ആ 2 വരി എന്തറിയോ? ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും എന്നാണ്. ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. നക്ഷത്രങ്ങളാണ് മനുഷ്യജീവിതത്തിന്റെ ഭാഗ്യവും നിർഭാഗ്യവും നിശ്ചയിക്കുന്നത് എന്ന് ഹൈന്ദവ സമൂഹത്തിലെ അറിവില്ലാത്തവർ വിശ്വസിക്കുന്നു. സത്യത്തിൽ SLC പഠിച്ച മാധവേട്ടന്റെ മോൻ സുരേന്ദ്രനെ വിളിച്ചിട്ട് മോനെ, ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മോനെ, ഇപ്പൊ ആകാശത്തിലേക്ക് നോക്കിയാൽ കാണുന്ന നക്ഷത്രം ഇപ്പൊ അവിടെ ഉണ്ടോ മോനെ? അവർ എന്താ നിങ്ങൾ പറയണേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയ നക്ഷത്രം അത്. മോഡേൺ സയൻസ് പറയുന്നതറിയോ? പ്രകാശവർഷം എന്നൊരു സംഗതി ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. 8 മിനിറ്റ് വേണം സൂര്യൻ ഒരു പ്രകാശം ഭൂമിയിലെത്താൻ. ആദ്യം മനസ്സിലായിക്കോളി. 15 കോടി കിലോമീറ്റർ അകലെ നിന്നാണ് ഒരു പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത്, 1-ാം ആകാശത്തിന്. മനസ്സിലായോ? ഈ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. അത് നശിച്ചു പോയിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ പറയും ചന്ദ്രനെ പോലെ വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രികയെ എന്നൊക്കെ പറയല്ലോ. ചന്ദ്രന്റെ കുണ്ടും കുഴിയും കല്ലും പാറക്കെട്ടൊക്കെ ഒരു സംഭവമാണ്. ഈ ഗോളെന്നൊക്കെ വക്കുല്ലും ശ്രീ ഫലക്ക് യസ്ബഹൂൻ എന്ന് പറയുന്ന സംഗതി എന്താ? വിവേചന ശക്തിയുള്ളതാ? ആണോ? ഒരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നതാ? ഭാവി നിർവചിക്കാൻ കഴിയുന്ന അല്ലേ? അല്ല. ഏറ്റവും വലിയ വിഡ്ഢിത്തം, ഏറ്റവും വലിയ വിഡ്ഢിത്തം പൗരോഹിത്യത്തിന് ജീവിക്കാനുള്ള അതിന്റെ ഒരു വലിയ ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ അറിയുമോ, ആലപ്പുഴ ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി. പോലീസിലൊക്കെ കേസുണ്ടായ ഒരു സംഭവം. അതായത് ഒരാളുടെ വീട്ടില് ഒരച്ഛന്റെ മകൻ പിന്നെ ജനിച്ചപ്പോ തന്നെ ആ കുട്ടിക്ക് പല്ലുണ്ട്. ജനിച്ചപ്പോ തന്നെ പല്ലുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. അവർ ജ്യോത്സ്യം പറഞ്ഞത്രേ, കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആൺകുട്ടിയാണ്, അവന് പല്ലുണ്ടെങ്കിൽ അവന്റെ ഘാതകനാ, ഈ ജന്തു എന്നെ കൊല്ലും എന്ന് ജ്യോത്സ്യം പറയാം. അതിനെന്ത് വേണം? അയാൾ പറഞ്ഞു കുറെ കർമ്മങ്ങൾ ചെയ്യണം, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കളം വരച്ച് ഇന്നൊക്കെ നിശ്ചയിച്ച് ഇന്നതൊക്കെ ചെയ്യണം. അതിന് വലിയ എമൗണ്ട് വരും. അപ്പൊ ഈ ചെങ്ങായി ചെയ്തെന്താ? ഈ അച്ഛൻ ഈ പണിക്കൊന്നും മെനക്കെടാൻ കഴിയില്ല, ഇനം കൊന്നാലിനെ മതിയാറും. മൂപ്പൻ എന്ത് ചെയ്തു? വീട്ടിൽ കയറി ഒന്ന് കൊലായിലിരുന്ന് ചെറിയ കുഞ്ഞാണ്, ആ കിടക്കാണ് അവിടെ, കൈക്കുഞ്ഞാണ്. ആ കുഞ്ഞിനെടുത്ത് തറക്കം ചെറുക്കുന്നു. ഇത് കേരളത്തിൽ നടന്നാണ്. ജ്യോത്സ്യനെ പോലീസ് തെരയുന്നു എന്നായിരുന്നു ആദ്യത്തെ വാർത്ത. ഞാൻ വളരെ ബുദ്ധിപൂർവം നിങ്ങൾ ചിന്തിക്കേണ്ട പോയിന്റ് ചോദിക്കട്ടെ. പള്ളിയിൽ നമസ്കരിച്ച മൗലവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനൊരു വാർത്ത ലോകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്ഷേത്രത്തിലെ പൂജ നടത്തിയ പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? പൂജയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ പൂജാരിയെ അറസ്റ്റ് ചെയ്തു. അതെന്താ? വളരെ കൃത്യമായിട്ട് മനസ്സിലായിക്കോളി. ജ്യോത്സ്യൻ എന്താ പോലീസ് അറസ്റ്റ് ചെയ്ത്? ജ്യോത്സ്യപ്പണി മതമല്ല. ജ്യോത്സ്യപ്പണി നേരെ മറിച്ചൊരു ഹിന്ദുവിന്റെ മതത്തിന്റെ ഭാഗമാണ് ജ്യോത്സ്യപ്പണിയെങ്കിൽ അതെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണം. തങ്ങളെ പോലീസ് തിരയുന്നു. എന്താ? പാവപ്പെട്ട ഏതോ പെണ്ണിനെ ചൂഷണം ചെയ്ത് കപടനായ ഇയാളെ. നേരെ മറിച്ച് മതത്തിന്റെ പേരിലുള്ള ഒരു സംഗതിയാണെങ്കിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യോ? ഇന്ത്യൻ ഭരണഘടന മതത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മതത്തിന്റെ ഭാഗമല്ല അത് എന്ന് ലോകം ഇന്നും അംഗീകരിച്ചു.
അതുകൊണ്ട് എല്ലാവരോടും അന്ധവിശ്വാസത്തിൽ രക്ഷപ്പെടണം. ലോകത്ത് സൃഷ്ടാവിനോടല്ലാതെ ഒരു സൃഷ്ടികളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം എന്താണെന്നറിയോ? ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കാന്ന് പറയുന്നത്. അവരെ എന്നല്ല, സിംഗുലറാണ്, പ്ലൂറലല്ല, ബഹുവചനമല്ല, ഏകവചനമാണ്. ആ ദൈവത്തെ ആരാധിക്കാം. അവിടെയാണ് ഇസ്ലാം എന്ത് പറയുന്നത്? അവലംബങ്ങളില്ലാതെ നാട്ടു നിർത്തപ്പെട്ട ആകാശവും നിങ്ങളെയും കൊണ്ട് ഭൂമി ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ നിർമ്മിച്ച് ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളെ മുളപ്പിച്ച് ജന്തുക്കളെ ഉൽപ്പാദിപ്പിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവിന് പുറമെ വേറെ ആരെങ്കിലും ഇസ്ലാം പഠിക്കേണ്ടതാണ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, അവർ സൃഷ്ടികളാണ്. സൃഷ്ടികളെ ആരാധിക്കരുത്. കേട്ടോ, അവർ സൃഷ്ടികളാണ്, സൃഷ്ടികളെ ആരാധിക്കരുത്. അവർ മരിച്ചുപോയവരാണ്, അവരെ ആരാധിക്കരുത്. ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവില്ലാത്തവരുമാണ്. കേട്ടോ, അപ്പോ സൃഷ്ടാവായിരിക്കണം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ. അപ്പൊ നിങ്ങൾ നോക്ക്, എന്റെ അയൽവാസിയായ ബാബുവേട്ടൻ വല്ലാതെ സങ്കടപ്പെട്ടൊരു ദിവസം, സായിബാബ മരിച്ച ദിവസം. അന്ന് 5 മണിക്ക് അദ്ദേഹം പ്രാർത്ഥനാ നിർഭയനായിരുന്നു ഈ ഫോട്ടോത്തിന് മുമ്പില്. പിന്നെ ആരോടാ പ്രാർത്ഥിക്കുക? സായിബാബ മരിച്ചു, ഇനി ആരോടാ ബാബുവേട്ടൻ പ്രാർത്ഥിക്കുക? നേരെ മറിച്ച് ഇവിടെ പിന്നെ ഈ ഇൻസൈറ്റ് എക്സിബിഷൻ നമ്മൾ പിരിഞ്ഞു. ഇതെത്തി ഒരു മെസ്സേജ്, മുസ്ലിങ്ങൾ ആരാധിച്ച അല്ലാഹു 8:30 മരിച്ചു. എന്നൊരു വാർത്ത നഊദുബില്ല ഉണ്ടാവോ? കാരണം ഇസ്ലാം അവതരിപ്പിക്കുന്ന പടച്ചോൻ ലോകത്തിന്റെ സൃഷ്ടാവാൻ, ഒരിക്കലും മരണമില്ലാത്ത എന്നെന്നും നിലനിൽക്കുന്ന രാജാതിരാജനായ ഹയ്യുൽ ഖയ്യൂമായ അണ്ടകടാഹത്തിന്റെ നിയന്താവായ പരമകാരുണികനായ അല്ലാഹു. ആ അല്ലാഹുവിലേക്കാണ് ലോകത്തെ നമ്മൾ ക്ഷണിക്കുന്നത്. ഒരു സൃഷ്ടിയോടും ജീവിതത്തിന് ഇപ്പൊ നിങ്ങൾക്കറിയാം, മലക്കുകൾ, ജിന്നുകൾ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പടപ്പുകളാണ്. അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലേ? സൃഷ്ടിയോട് ഒരു കാരണവശാലും ആരാധനയുടെ ഒരു ഭാവവും. ഇപ്പൊ നിങ്ങൾക്കറിയാം, ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തോ? അതേ ഖുർആൻ 8-ാം അധ്യായം 9-ാമത്തെ വചനം. ഖുർആൻ 8-ാം അധ്യായം 9-ാമത്തെ വചനം, 3-ാം അധ്യായം 23-ാമത്തെ വചനം. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല എന്ന് പറയുന്ന വചനം കൊണ്ട് ആ പ്രവാചകന്റെ അനുയായികളെയും പ്രവാചകനെയും അല്ലാഹു സഹായിച്ചു. ശരിയാണല്ലോ, മലക്കുകൾ ബദറിൽ സഹായിച്ചു എന്ന് വിശ്വസിച്ചവരാണ് ആര്? സ്വഹാബത്ത്. ഏതെങ്കിലും ഒരു സ്വഹാബി ഉഹുദ് യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു മലക്കിനെ വിളിച്ച് സഹായം തേടിയോ? ഹാദിറായ, ഖാദിറായ, ഹയ്യായ ഏതെങ്കിലും ഒരു മലക്കിനെ പാടില്ല എന്നാണ് നമ്മുടെ പ്രബോധനം. നമുക്കെതിരെ ആരെന്ത് പറഞ്ഞാലും പാടില്ല എന്നതാണ് നമ്മുടെ പ്രബോധനം, അല്ലേ? ഹാദിറായ, ഹയ്യായ, ഖാദിറായ ഒരു മലക്ക് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പോലും അതിനോട് ചോദിക്കാൻ നമുക്ക് വകുപ്പില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. യാതൊരു സംശയവും നമുക്ക് ആ കാര്യത്തിലില്ല. അതിനെതിരായ ഒരു ചിന്തയും നമുക്കാർക്കും ഉണ്ടായിട്ടില്ല, ആരൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങൾ പറഞ്ഞാലും, അല്ലേ? നമുക്കറിയാവുന്നതാണ്, മീകായിൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് മകളുടെ കല്യാണത്തിന് ഗൾഫിൽ നിന്ന് വന്നു. കുഞ്ഞാക്കാന്ന് വിചാരിക്കുക, അദ്ദേഹം എന്നെ മലക്കുൽ മൗത്ത് വരെ റൂഹ് പിടിക്കാൻ, ഞാൻ എന്റെ മോളെ കല്യാണത്തിന് വന്നു, മൗത്ത് എന്നെ ഒന്ന് 2 ദിവസത്തേക്ക് നീട്ടിത്തരണം എന്ന് ഹാദിറായ മലക്കുൽ മൗത്തിനോട് പറയാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമുണ്ടോ? ആ കസറത്ത് സുവാലുകളുടെ ബൗണ്ടറി അടച്ചു കളയാനാണ് ഇസ്ലാം ലോകത്തോട് പറഞ്ഞത്. എന്തുകൊണ്ട്? ഒരൊറ്റ സഹാബിയും മലക്കുകളെ സഹായിക്കുമെന്നറിയാം, അല്ലേ? പക്ഷേ അവരാരും മലക്കുകളോട് സഹായം തേടിയില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ജിന്നിനോട് ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് ഒരാൾ കാല് തട്ടി താഴോട്ട് പതിച്ചു. അതിന്റെ മധ്യത്തിലെ ഒരു വള്ളിയിൽ അയാൾക്കൊരു പിടിവള്ളി കിട്ടി. അയാൾ പിടിച്ചു തൂങ്ങി നിന്നു. ആ പിടിച്ചു തൂങ്ങലിൽ അയാൾ വിളിക്കുകയാണ്, ജിന്നെ എന്ന കാക്കനെ. അങ്ങനെ ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു കീഴ്വഴക്കം, അങ്ങനെ ഒരു വിളി ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ആരും അത് പ്രബോധനം ചെയ്യുന്നില്ല. ഉറക്കനിശമാണ് ഇസ്ലാമിന്റെ നിയമം. എന്താ കാരണം? അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ താബീകൾ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ പഠിപ്പിക്കണില്ല.
വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കണം. തെറ്റിദ്ധാരണ കൊണ്ട് ലോകത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. വിശുദ്ധ ഖുർആനിന്റെ മെസ്സേജുകളിൽ കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ കുൽ ഇദു വല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫ الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان مهجورا وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم. അല്ലെ എത്ര വചനങ്ങൾ. സൂറത്ത് ബഖറ 186-ാമത്തെ വചനം, സൂറത്ത് ഗാഫിർ 60-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം 56-57 വചനങ്ങൾ. അതിലെന്താ പറയുന്നത്? എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറ, ഞാൻ അവരുടെ ജീവനാടിയേക്കാളും അടുത്തവനാണ്, അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ. ഒരു ഉദാഹരണം പറയാം. ഏറ്റവും വിജനമായ ഒരു സ്ഥലം, അതെവിടെയാ? യൂനുസ് നബി അലൈഹിസ്സലാം കിടന്ന സ്ഥലം. നോക്ക്, രാത്രിയുടെ ഇരുട്ട്, കാർമേഘങ്ങൾ ഘനീഭവിക്കുമ്പോഴുള്ള രണ്ടാമത്തെ ഇരുട്ട്, അതുപോലെ സാഗരങ്ങളുടെ ഉപരിതലത്തിലെ തിരമാലകൾ സൃഷ്ടിക്കുന്ന ഇരുട്ട്, പിന്നെയോ ഡീപ് സീയിലെ അഗാധതയിലെ 4-ാമത്തെ ഇരുട്ട്, 5-ാമത്തെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറാകുന്ന 5-ാമത്തെ ഇരുട്ട്. ഇതിനുപോലും വലിയ വിജനത ലോകത്തിന് പ്രത്യക്ഷപ്പെടാനുണ്ടോ? സാഗരത്തിന്റെ ആഴങ്ങളിൽ, മത്സ്യത്തിന്റെ വയറിൽ ഏറ്റവും വിജനമായ ഒരു പ്രദേശത്ത് മലക്കിനെ വിളിച്ചില്ലേ യൂനുസ് നബി? അതുപോലെ ജിന്നിനെ വിളിച്ചില്ലേ യൂനുസ് നബി? അമ്പിയാക്കളെ വിളിച്ചില്ലേ യൂനുസ് നബി? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതായിരുന്നു മഹാനായ യൂനുസ് നബിയുടെ ദഅവത്തും പ്രബോധനവും. ഇതായിരുന്നു അദ്ദേഹം നെഞ്ചിലേറ്റിയ തൗഹീദും. ആണ് ഈ ഇൻസൈറ്റ് എക്സിബിഷന്റെ മർമ്മം. ഇതാണ് അതിന്റെ ആത്മാവിതാണ്. ഇത് സംഘടിപ്പിച്ച സംഘാടകരുടെ മനസ്സിതാണ്. അതിനെതിരായി ആര് പറഞ്ഞാലും നിങ്ങളുടെ എനർജി പാഴായി, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചോ, കളവ് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിന്ദ്യരാകും എന്നതല്ലാതെ അതിൽ കവിഞ്ഞ യാതൊന്നും എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനില്ല. തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം അതേതായിരുന്നാലും നല്ലതല്ല, മാനവികമല്ല, ധർമ്മത്തിൽ അധിഷ്ഠിതമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേ, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. നോക്കേ, വേദഗ്രന്ഥം നൽകുന്നൊരു വലിയ പ്രതീക്ഷയും സന്ദേശവുമുണ്ട്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ അടുത്ത സ്റ്റെപ്പ് ക്ഷണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, വി.ഐ. ലെനിൻ, ലോകപ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ വി.ഐ. ലെനിൻ. പലരും മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അവരെ സ്നേഹത്തോടെ തിരിച്ചുകയാണ്. ഇസ്ലാമിനേക്കാൾ മറ്റെന്തിനേക്കാളും ശരിക്കുമുള്ള അധികാരങ്ങളുടെ ദർശനം കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരാണ് എന്നൊക്കെ വിചാരിച്ച പല ആളുകളുമുണ്ട്. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സ്നേഹത്തോടുകൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ലോകത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ വി.ഐ. ലെനിനും കാർൽ മാർക്സും മാത്രം 2 സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ ബക്കിന്റെ സ്വകാര്യ കൃതികളിൽ രേഖപ്പെടുത്തിയ മനോഹരമായ ചില സംഭവ വികാസങ്ങളുണ്ട്. അതിലൊന്ന് വി.ഐ. ലെനിന്റെ കഥയാണ്. വി.ഐ. ലെനിന്റെ ഒരു ഭാഗം വാതരോഗം വന്ന് തളർന്നുപോയി. അദ്ദേഹം കിടക്കുകയാണ്, ശയ്യാവലംബിയ. അദ്ദേഹം ജോസഫ് സ്റ്റാലിൻ ഒരു കത്തെഴുതി, സ്റ്റാലിൻ, എന്റെ ഒരു ഭാഗം തളർന്നു പോയടോ, ഇനി എന്റെ കണ്ണിന്റെ കാഴ്ച പോയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് നീ എന്റെ കൈയെത്തുന്ന ദൂരത്ത് സൈനൈഡ് കൊണ്ട്, സൈനൈഡ് എന്ന് പറഞ്ഞാൽ നാവിലതിന്റെ രുചി എത്ര കാളുകലിയായിപ്പോ, ആ സൈനൈഡ് വായിലെത്തുമ്പോഴേക്കാള് ആള് കലിയായി. അതാ അപ്പൊ നമുക്ക് ഒരു വാതരോഗം വന്നപ്പോ അത് പിടിച്ചു നിൽക്കാൻ, അത് സഹിക്കാൻ, ആ രോഗത്തെ എതിരേൽക്കാൻ ഇതിന് സാധിച്ചില്ല. കാരണം എന്ത് പറഞ്ഞാൽ സമാധാനിക്കുക? ഈശ്വര നിശ്ചയമെന്നോ പടച്ചോന്റെ തീരുമാനമെന്നോ ക്ഷമിച്ച പുണ്യുണ്ട്